DD കിസാൻ, മാറുന്ന ഇന്ത്യയുടെ അഭിമാനം. മണ്ണിൽ നിന്നുയരുന്ന തേങ്ങൽ ഇപ്പോൾ നിലവിളികളായി മാറിയിരിക്കുന്നു. നമ്മൾ വിത്തുകൾ വിതയ്ക്കുന്നുണ്ട്, പക്ഷേ വിശ്വാസത്തിന്റെ വിള ഉണങ്ങിപ്പോകുന്നു. വിഷം വയലുകളിൽ മാത്രമല്ല, നമ്മുടെ സിരകളിലും എത്തുന്നു. അതിനാൽ ശബ്ദമുയർത്തേണ്ട സമയമായിരിക്കുന്നു, മാറ്റം കൊണ്ടുവരാനും എന്തെങ്കിലും ചെയ്യാനും. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ബുലന്ദ്ഷഹറിലെത്തിയിരിക്കുന്നു. അതെ, ബുലന്ദ്ഷഹർ ആ ശബ്ദങ്ങൾ ഉയരുന്ന നാടാണ്. അത് രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തി കർഷകരിലേക്കും ആ ശബ്ദമെത്തും. നമസ്കാരം, ഞാൻ അഞ്ജു സിംഗ്. അതിനാൽ ഇന്നത്തെ കൃഷി ചോപ്പാലിൽ നമ്മൾ IPM കുറിച്ച് സംസാരിക്കും. IPM അതായത് സംയോജിത കീട നിയന്ത്രണത്തെ കുറിച്ച്. ഇവിടെ ചോദ്യങ്ങൾ മാത്രമല്ല, ഉത്തരങ്ങളും പരിഹാരങ്ങളും ഉണ്ടാകും. ഭയമുണ്ടാകില്ല, ദിശയുണ്ടാകും. അതേസമയം വിഷമുണ്ടാകില്ല, മറിച്ച് ഭൂമിയുമായി ബന്ധപ്പെട്ട ജീവിതവും ഉണ്ടാകും. അതിനാൽ എല്ലാവരും ഇവിടെ നമ്മോടൊപ്പം ഒരു അതിഥിയാണ്. അതിഥികളുടെ ഒരു പാനലുണ്ട്. ശാസ്ത്രജ്ഞരും വിദഗ്ധരുമുണ്ട്. പിന്നെ നിങ്ങൾ കർഷകരുമുണ്ട്. ഇവിടെ നിങ്ങൾ വെറും കാഴ്ചക്കാരൻ മാത്രമല്ല, ഒരു വിപ്ലവത്തിലെ പങ്കാളി കൂടിയാണ്. അപ്പോൾ വരൂ, ഉച്ചത്തിലുള്ള കരഘോഷത്തോടെ നമുക്ക് പരിപാടി ആരംഭിക്കാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെയുള്ള എല്ലാ കർഷകരും പങ്കാളികളാണ്. IPM എന്നത് രാസവസ്തുക്കൾ കുറവ് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്തതോ ആയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഞങ്ങളുടെ വഴികാട്ടികളായ ഞങ്ങളോടൊപ്പമുള്ള അതിഥികളുടെ പാനൽ ഞങ്ങളെ സഹായിക്കുകയും അത് എങ്ങനെ ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നും വിശദീകരിക്കുകയും ചെയ്യും. അതിനാൽ ഞങ്ങൾ അവരെ ഓരോരുത്തരായി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്നാമതായി ന്യൂഡൽഹിയിലെ ICR NRI IPM പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ അജന്ത ബീരാജിയെ സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ ഊഷ്മളമായ സ്വാഗതം. ഞങ്ങളുടെ എല്ലാ കാഴ്ചക്കാരും ഞങ്ങളുടെ കർഷകരും കരഘോഷത്തോടെ സ്വാഗതം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ ശ്രവൺ മൻഭർ ഹൽദർജി ഞങ്ങളോടൊപ്പമുണ്ട്. വളരെ വളരെ സ്വാഗതം. പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ICR NRI IPM ന്യൂഡൽഹി. കരിമ്പ് വിളയിൽ IPM സ്വീകരിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് താങ്കൾ ഞങ്ങളോട് പറയും. ഡോക്ടർ അനൂപ് കുമാർ ഞങ്ങളോടൊപ്പമുണ്ട്. സീനിയർ സയന്റിസ്റ്റ് ICR NRI IPM ന്യൂഡൽഹി. നെല്ലിൽ IPM എങ്ങനെ സ്വീകരിക്കാം? രാസവസ്തുക്കളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് പ്രകൃതിയുടെ അനുഗ്രഹവും പൈതൃകവുമായ IPM സംയോജിത രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം? നോക്കൂ, ചൗപ്പാൽ അലങ്കരിച്ചിരിക്കുന്നു. കർഷകരുടെ മുഖങ്ങളിലും നമുക്ക് ആവേശം കാണാൻ കഴിയും. കാരണം ഇത് ശാസ്ത്രജ്ഞരും കർഷകരും ഉൾപ്പെടുന്ന ഒരു വേദിയാണ്. നമ്മൾ ഒരു പുതിയ പാതയിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എങ്ങനെ നീങ്ങാം? പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു പുതിയ ചിത്രം സൃഷ്ടിക്കാം? നമ്മുടെ ഭാവി തലമുറയ്ക്ക് ശുദ്ധമായ ഭക്ഷണം എങ്ങനെ നൽകാൻ കഴിയും? അവർക്ക് വേണ്ടി നമ്മൾ ഒരു ശ്രമം നടത്തുകയാണ്. അതിനാൽ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി വിശദീകരിക്കുന്ന ഒരു റിപ്പോർട്ട് നമുക്ക് നോക്കാം. എന്താണ് IPM? എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ കാലഘട്ടത്തിന്റെ ആവശ്യകത എന്ന് വിളിക്കുന്നത്? വരൂ നോക്കാം. രാസമരുന്നുകളുടെ വിവേചനരഹിതമായ ഉപയോഗം കാരണം വിളകളിൽ വിഷാംശ അവശിഷ്ടങ്ങളുടെ അളവ് നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പച്ചക്കറികളിലും പഴങ്ങളിലും ഈ അവശിഷ്ടങ്ങൾ വളരെ കാലം നിലനിൽക്കും. ഈ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഉപഭോഗം മനുഷ്യന്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. വാസ്തവത്തിൽ പല രാസ കീടനാശിനികളും അർബുദകാരികളാണ്. ഇതിനു പുറമെ അവശിഷ്ടങ്ങളുടെ അളവ് കയറ്റുമതിക്ക് നിശ്ചയിച്ചിട്ടുള്ള പരിധി കവിയുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ വാങ്ങുന്ന രാജ്യം നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ എടുക്കാൻ വിസമ്മതിക്കുന്നു. സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്നത് നെല്ല്, പരുത്തി, പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, പൂക്കൾ തുടങ്ങിയ വിവിധ വിളകളിൽ പ്രതിവർഷം 67,000 ടൺ കീടനാശിനികൾ പ്രയോഗിക്കുന്നുണ്ടെന്നാണ്. ഇവയുടെ ആകെ മൂല്യം 2,25,000 കോടി രൂപയാണ്. ഈ രീതിയിൽ ഈ കീടനാശിനികൾ വിളകളുടെ വില വർദ്ധിപ്പിക്കുന്നുവെന്ന് നമുക്ക് പറയാം. അതുവഴി കർഷകരുടെ അറ്റാദായം കുറയുന്നു. ഇതിനു പുറമെ രാസമരുന്നുകളും മറ്റ് നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം ദോഷകരമായ പ്രാണികൾ അവയ്ക്കെതിരെ പ്രതിരോധം വികസിപ്പിക്കുന്നു. ഈ രീതിയിൽ പ്രതിരോധം വികസിപ്പിക്കുന്ന പ്രാണികളിൽ കീടനാശിനികളുടെ സ്വാധീനം വളരെ കുറവാണ്. മറുവശത്ത് ഈ മരുന്നുകൾക്ക് ദോഷകരമായ പ്രാണികളെയും പ്രയോജനകരമായ പ്രാണികളെയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല. അവ തളിക്കുമ്പോൾ ദോഷകരമായ പ്രാണികൾ മാത്രമല്ല, മിത്രപ്രാണികളും മരിക്കുന്നു. സംയോജിത കീടനിയന്ത്രണം അതായത് IPM ആണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം. ഇതിൽ രാസ കീടനാശിനികളുടെ ഉപയോഗം വലിയ അളവിൽ കുറയ്ക്കുന്നു. കൂടാതെ ഈ രീതി പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും സുരക്ഷിതമാണെന്ന് കണക്കാക്കപ്പെടുന്നു.
വിളഭ്രമണം, ഉപഭോഗം അനുസരിച്ചുള്ള നിയന്ത്രണം, നല്ല വിത്തുകളുടെ തെരഞ്ഞെടുപ്പ്, സസ്യങ്ങൾ തമ്മിലുള്ള ശരിയായ അകലം, ബയോ കൺട്രോളറുടെ സഹായത്തോടെ വിത്തും മണ്ണും ശുദ്ധീകരിക്കൽ, വേപ്പെണ്ണയുടെ ഉപയോഗം, ഫെറമോൺ കെണികൾ, ലൈറ്റ് ട്രാപ്പുകൾ, മഞ്ഞ, നീല, സ്റ്റിക്കി ട്രാപ്പുകൾ എന്നിവ ഉൾപ്പെടുന്ന നിരവധി നടപടികൾ സംയോജിത കീടനിയന്ത്രണത്തിൽ സ്വീകരിക്കുന്നു. രാസനിയന്ത്രണം അവസാന ആശ്രയമായിട്ടാണ് ചെയ്യുന്നത്. കർഷകനെ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതിലാണ് ഇതിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് കണ്ടു. റിപ്പോർട്ടിൽ പല കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ ശാസ്ത്രജ്ഞരുമായി നേരിട്ട് സംസാരിക്കുകയും കർഷകരുടെ പ്രശ്നങ്ങൾ അറിയുകയും ചെയ്യും. അതിനാൽ നമുക്ക് ഡോക്ടർ അജന്തയിൽ നിന്ന് ആരംഭിക്കാം. മാഡം, IPM, ഇതിനെ ഞങ്ങൾ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നു. അതായത് കീടങ്ങളെ സംയോജിത രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം, കീടങ്ങളും രോഗങ്ങളും നിർണ്ണയിക്കാം. ഇതെന്താണ്, എന്തുകൊണ്ടാണ് അതിന്റെ ആവശ്യകത അനുഭവപ്പെടുന്നത്? നോക്കൂ, നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. പലതരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിളകളെ ആക്രമിക്കുന്ന കീടങ്ങളെയും രോഗങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഈ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യകത എന്തുകൊണ്ട്, അല്ലെങ്കിൽ IPMൻ്റെ ആവശ്യകത എന്തുകൊണ്ട്, ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം നമ്മുടെ ഇന്ത്യയിൽ എല്ലാ വർഷവും 67,000 ടൺ കീടനാശിനി നമ്മുടെ വിളകളിൽ തളിക്കപ്പെടുന്നു. അതിൻ്റെ പ്രതികൂല ഫലങ്ങൾ നമ്മുടെ പരിസ്ഥിതിയെയും നമ്മുടെ മനുഷ്യൻ്റെ ആരോഗ്യത്തെയും നമ്മുടെ കർഷകരുടെ ആരോഗ്യത്തെയും നമ്മുടെ മിത്രപ്രാണികളെയും നിരന്തരം ബാധിക്കുന്നു. അവ ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ ഉള്ളതായിരുന്നു. ഇത് അവരുടെ മേൽ വളരെ പ്രതികൂലമായ പ്രഭാവം ചെലുത്തുന്നുണ്ട്. അതെ, അതിൻ്റെ അവശിഷ്ടങ്ങൾ തുടർച്ചയായി തുടരുന്നു. ഇത് നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യത്തെയും വളരെ മോശമായി ബാധിക്കുന്നു. അതിനാൽ സ്ഥിതി വളരെ ആശങ്കാജനകമാണ്. അതിനാൽ സമയബന്ധിതമായ കീടനിയന്ത്രണം സ്വീകരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതെ ഡോക്ടർ ഹൽദർജി, ഞാൻ താങ്കളുടെ അടുത്തേക്ക് വരികയാണ്. ഇത് മുഴുവൻ ഒരു കരിമ്പ് മേഖലയാണെന്ന് ഞങ്ങൾക്കറിയാവുന്നതിനാൽ പരിപാടിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ചില കർഷകരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, മാഡം ദയവായി കരിമ്പിനെക്കുറിച്ച് സംസാരിക്കൂ എന്ന്. കരിമ്പ് അതിൽ തന്നെ വളരെ പ്രിയപ്പെട്ട ഒരു വിളയാണ്. ഇവിടുത്തെ നമ്മുടെ കർഷകർ ഞങ്ങൾക്ക് മധുരം നൽകുന്നു. എന്നാൽ അതിനോടൊപ്പം ഒരു വെല്ലുവിളിയുമുണ്ട്. നല്ല വിളവ് ലഭിക്കുന്ന എന്നാൽ വെല്ലുവിളി ഉയർന്ന കരിമ്പ് ഇനങ്ങളെ ബാധിക്കുന്ന റെഡ് റാഡ് പോലുള്ള രോഗങ്ങളുമുണ്ട്. അപ്പോൾ IPM ഇതിന് പരിഹാരമാകുമോ? അതിന് കഴിയുമെങ്കിൽ എങ്ങനെ? നമസ്കാരം കർഷക സഹോദരന്മാരെ. കരിമ്പ് ഇന്ത്യയിലെ ഒരു പ്രധാന വിളയാണെന്നും നിങ്ങളുടെ UP പ്രദേശത്തെ പ്രധാന വിളയാണെന്നും നിങ്ങളുടെ ഈ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്നതെന്നും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതെ, ഇതിനെ ആക്രമിക്കുന്ന പ്രധാന രോഗങ്ങളും കീടങ്ങളും 3-4 പ്രധാന രോഗങ്ങളായി നിങ്ങൾക്ക് അവയെ കണക്കാക്കാം. വ്യത്യസ്ത ശാസ്ത്രജ്ഞർ അവയിൽ 200 മുതൽ 250 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രധാനമായവ 4-5 ആണ്. ഒന്നാമതായി നിങ്ങൾ പറഞ്ഞതുപോലെ റെഡ് റോഡ് ആണ് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇതും ഞങ്ങളുടെ CO0238 ഇനത്തിന് വളരെ നല്ല പഞ്ചസാരയുടെ അളവുണ്ട്. ഏറ്റവും ഉയർന്ന ഉൽപ്പാദനം നൽകുന്നു. പക്ഷേ റെഡ് റോഡ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. മറ്റൊന്ന് ടോപ്പ് ബോറർ ആണ്. ഈ പ്രദേശത്തും ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന 2 പ്രശ്നങ്ങൾ ആണിവ. അതിനാൽ റെഡ് റോഡിന് ആദ്യം നിങ്ങൾ നിങ്ങളുടെ കരിമ്പ് സെറ്റിന്റെ വിത്ത് ചികിത്സിക്കണം. അതിനു മുമ്പ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തണം. കാരണം റെഡ് റോഡ് രോഗം സെറ്റിൽ നിന്നാണ് വരുന്നത്. സെറ്റിനുള്ളിൽ നിങ്ങൾ കാണുന്ന ചുവന്ന ചെംചീയൽ രോഗം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഷെയ്ഡുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ രോഗം ഇല്ലാതാകും. അതിനാൽ ഏറ്റവും നല്ല കാര്യം നിങ്ങളുടെ നിലവിലുള്ള നിയന്ത്രണത്തിലൂടെ നിങ്ങളുടെ 50-60% നിയന്ത്രണം ലഭിക്കും എന്നതാണ്. രണ്ടാമതായി ഇതിനുശേഷം എന്ത് ചെയ്യണം? ട്രൈക്കോഡെർമ പോലുള്ള ജൈവ നിയന്ത്രണത്തെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് പറയും. നിങ്ങൾ വിത്ത് സംസ്കരണം ഉപയോഗിച്ച് പരിചരിക്കുകയും കരിമ്പ് സെറ്റുകൾ പരിചരിക്കുകയും ചെയ്താൽ അതിൻ്റെ നിയന്ത്രണം വളരെ എളുപ്പമായിരിക്കും. അതിനു പുറമെ ലക്നൌവിലെ ഇന്ത്യൻ കരിമ്പ് ഗവേഷണ സ്ഥാപനം റെഡ് റോഡിനെ പ്രതിരോധിക്കുന്ന 2 ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അവയുടെ പേരുകൾ CO ലക്നൗ 14201 CO ലക്നൗ 16202 ആണ്. വളരെ നല്ലതാണെന്ന് കണ്ടെത്തിയ 2 ഇനങ്ങളാണിവ. വരും കാലങ്ങളിൽ നിങ്ങൾക്ക് അവ ഉപയോഗിക്കാം. എന്നാൽ രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഈ ഇനം നടാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. നിങ്ങൾക്ക് ഈ ഇനം നടണമെങ്കിൽ റെഡ് റോഡിൻ്റെ നിയന്ത്രണത്തിനായി സംയോജിത കീടനിയന്ത്രണം വഴി നിങ്ങൾ വിത്ത് സംസ്കരണം നടത്തണം. അതിനെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വൈവിധ്യവും നടത്താം. രണ്ടാമതായി നിങ്ങൾ അതിൻ്റെ കൂട്ടത്തെ നന്നായി ചികിത്സിക്കേണ്ടി വരും. അതെ, കോയമ്പത്തൂരിൽ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമുണ്ട്.
അവർ ഒരു വാക്യൂം മെഷീൻ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ വിത്ത് സംസ്കരണം നടത്തിയാൽ അത് നന്നായി സംസ്കരിക്കപ്പെടും. ഒരു കർഷകന് അത് വാങ്ങാൻ പറ്റുമെന്ന് പറയാനാവില്ല. എന്നാൽ ആ യന്ത്രം കൂട്ടായി വാങ്ങുന്നതിലൂടെ ഒരു കർഷകന് അത് ലഭിക്കും. കരിമ്പിൻ്റെ സെറ്റുകൾ സംസ്കരിക്കും. കർഷകർ മുമ്പ് എന്നോട് സംസാരിച്ചിരുന്നതിനാൽ നിങ്ങൾക്ക് ക്യാമറയിലൂടെയും സംസാരിച്ച് കരിമ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യമുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഡോക്ടർ സാഹിബിനോട് കരിമ്പിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. കരിമ്പ് വിളയിൽ ഏതൊക്കെ കീടങ്ങളും രോഗങ്ങളുമാണ് വരുന്നത്? സംയോജിത കീടനിയന്ത്രണം നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം? ഈ പ്രദേശത്ത് 2-3 കീടങ്ങൾ ഉണ്ടെന്നും അവയ്ക്ക് കാരണമായേക്കാവുന്ന കീടങ്ങളെയും രോഗങ്ങളെയും കുറിച്ച് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇവയാണ് നിങ്ങളുടെ ടോപ്പ് ബോറർ, എയർലി സ്യൂട്ട് ബോറർ, ഇന്റർനെറ്റ് ബോറർ എന്നിവയാണ്. ഇവയാണ് ഏറ്റവും കൂടുതൽ വരുന്ന കീടങ്ങൾ. മറ്റ് 2 രോഗങ്ങൾ റെഡ് റോഡ് എന്നും മറ്റൊന്ന് പോക്ക ബോയിങ് എന്നും അറിയപ്പെടുന്ന റെഡ് റോട്ട് ആണ്. ഇതും ഈ പ്രദേശത്ത് വളർന്നു വരുന്ന ഒരു പ്രശ്നമാണ്. അതിനാൽ അവയെല്ലാം നിയന്ത്രിക്കുക. കാരണം ഇവിടുത്തെ മിക്ക കർഷകരും കൊറോസോൺ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ വാർത്തകളിൽ വായിച്ചിട്ടുണ്ട്. അതിൽ എന്താണ് സംഭവിച്ചത്? ടോപ്പ് ബോറർ പ്രതിരോധശേഷി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നിയന്ത്രിക്കപ്പെടുന്നില്ല എന്നതാണ്. നിങ്ങൾ 4-5 സ്പ്രേകൾ ചെയ്യുന്നുണ്ടെങ്കിൽ IPM-ൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ഇതാണ്: ETL പരിധിക്ക് പുറത്ത് മരുന്ന് ഉപയോഗിക്കേണ്ടി വന്നാലോ അല്ലെങ്കിൽ നിങ്ങളുടെ അണുബാധ വളരെ ഉയർന്നതാണെങ്കിൽ കർഷകൻ തുടക്കം മുതൽ ഇത് കണ്ടിട്ടില്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് മരുന്ന് ഉപയോഗിക്കാം. എന്നാൽ അതിനു പുറമെ IPM-ൽ മറ്റ് നിരവധി സംയോജിത കീടനിയന്ത്രണ സംവിധാനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ടോപ്പ് ബോറർ രോഗത്തിൻ്റെ കീടങ്ങളുടെ പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രൈക്കോകാർഡാണ്. ട്രൈക്കോകാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾ ഇത് വയലിൽ 2-3 തവണ പ്രയോഗിക്കണം. ഒരു കാർഡിൽ ഏകദേശം 20,000 മുട്ടകൾ ഉണ്ടാകും. നിങ്ങളുടെ വയലിൽ 3-4 തവണ നിങ്ങൾ ഇത് ഉപയോഗിക്കണം. അത്തരം ജീവികളെ നിയന്ത്രിക്കുന്നതിന് ജൈവ നിയന്ത്രണം വളരെ നല്ലതാണ്. അതെ, തീർച്ചയായും. അതിനു പുറമെ നിങ്ങൾക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഫെറോമോൺ കെണിയും ഉണ്ട്. അതെ, നമ്മുടെ കർഷകർക്ക് പ്രയോജനം നേടാൻ കഴിയുന്ന വ്യത്യസ്ത രീതികളുണ്ടെന്ന് നമുക്ക് പറയാം. സർ, ഡോക്ടർ അനൂപ് കുമാർജിയോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കരിമ്പ് ധാരാളമായി കൃഷി ചെയ്യുന്നത് പോലെ അതുപോലെ നെല്ലും സീസണിൽ നടക്കുന്ന ഒരു വിളയാണ്. നമ്മുടെ കർഷകർ വളരെ തിരക്കിലാണ്. ചില കർഷകർ അവരുടെ ജോലി ഉപേക്ഷിച്ച് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതിനാൽ അവർ അതിന്റെ പ്രയോജനം നേടാൻ ഇവിടെ വന്നിരിക്കുന്നു. നെല്ലിൽ നമുക്ക് IPM എങ്ങനെ ഉപയോഗിക്കാം? അവർക്ക് അത് നടപ്പിലാക്കാൻ കഴിയുന്ന ശരിയായ സമയമാണിത്. നെല്ലിൽ IPM, അതിനാൽ മിക്കവാറും എല്ലാവർക്കും IPM എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാകും. സംയോജിത കീടനിയന്ത്രണം. എന്താണ് ഒരു കീടം? വിളയെ നശിപ്പിക്കുന്നത് എന്തു തന്നെയായാലും അത് ഏത് ജീവിയായാലും അത് നശിപ്പിക്കുന്നത് കീടമാണ്. ശരിയല്ലേ? നിങ്ങൾ അത് കൈകാര്യം ചെയ്യണം. മാനേജ്മെന്റിന്റെ ലക്ഷ്യം കൂടുതൽ ദീർഘകാല നേട്ടങ്ങൾ നേടുക എന്നതായിരിക്കണം. ശരിയല്ലേ? അതായത് രാസവസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് ചെയ്താൽ അതൊന്നായിത്തീരുന്നു. സംയോജിതം എന്നാൽ നിങ്ങളുടെ തദ്ദേശീയ വസ്തുക്കൾ, ജൈവവസ്തുക്കൾ, ആവശ്യമെങ്കിൽ രാസവസ്തുക്കൾ എന്നിവയാണ്. ഇവയെല്ലാം സംയോജിപ്പിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ സംയോജിത കീടനിയന്ത്രണമാണ്. നെല്ലിനെ കുറിച്ച് പറയുമ്പോൾ നെല്ലിൽ നിങ്ങളുടെ പ്രധാന പ്രശ്നം എന്താണ്? അത് തണ്ടുതുരപ്പനാണോ? ഇത് തണ്ടുതുരപ്പൻ രോഗമാണ്, അല്ലേ? നിങ്ങൾക്ക് ബക്കെയിൻ രോഗമുണ്ട്, നിങ്ങൾക്ക് BPH ബ്രൗൺ പ്ലാന്റ് ടോപ്പർ ഉണ്ട്, ധാരാളം പ്രശ്നങ്ങൾ. ഇവ കൂടാതെ നിങ്ങളുടെ കീടനാശിനികൾ വിളയിൽ അവശിഷ്ടങ്ങൾ അവശേഷിപ്പിക്കുന്നു എന്നതാണ് ഒരു വലിയ പ്രശ്നം. അവശിഷ്ടങ്ങൾ കാരണം ഞങ്ങൾ കയറ്റുമതി ചെയ്യുന്ന അരിക്ക്, പ്രത്യേകിച്ച് ബസ്മതി അരിക്ക് നല്ല വില ലഭിക്കുന്നില്ല, തിരികെ വരുന്നു. അതിനാൽ ഇവിടെയും ഞങ്ങൾക്ക് നല്ല നിരക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഉൽപ്പാദനം നടത്തിയെങ്കിലും നിരക്ക് ലഭിച്ചില്ല. അതിനാൽ ഇപ്പോൾ നമ്മൾ അരിയിൽ IPM സ്വീകരിക്കുകയും ജൈവകൃഷി പോലെ നല്ല ഗുണനിലവാരമുള്ള അരി ഉൽപ്പാദിപ്പിക്കുകയും വേണം. പക്ഷേ വിളവ് കുറയില്ല. അപ്പോൾ IPM-ൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ സമഗ്രമായി ആരംഭിക്കണം. മുഴുവൻ വിളയുടെയും ആരോഗ്യം കണക്കിലെടുത്ത് നിങ്ങൾ മണ്ണിൽ നിന്ന് ആരംഭിക്കണം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വയലുകളിൽ പച്ചിലവളം പ്രയോഗിക്കുക എന്നതാണ്. ധൈഞ്ച, സുനൈ, മൂങ് എന്നിവ പ്രയോഗിക്കുക. പച്ചിലവളം ഉഴുതുമറിച്ച ശേഷം നിങ്ങൾ നഴ്സറി തയ്യാറാക്കുമ്പോൾ നഴ്സറി ആരോഗ്യകരമായിരിക്കണം. അതിനായി വിത്ത് തിരഞ്ഞെടുക്കൽ. നിങ്ങൾ വിശ്വസനീയമായൊരു ഉറവിടത്തിൽ നിന്ന് വിത്തുകൾ എടുത്ത് വിത്തുകൾ സംസ്കരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചാണ് വിത്ത് സംസ്കരണം നടത്തുന്നത്. നിങ്ങൾ ജൈവ രീതിയിലാണ് വിത്ത് സംസ്കരിക്കുന്നതെങ്കിൽ 1 കിലോ വിത്തിന് 10 ഗ്രാം എന്ന തോതിൽ ട്രൈക്കോഡെർമ ഫംഗസ് ഉപയോഗിച്ച് വിത്തുകൾ സംസ്കരിക്കണം. നിങ്ങൾ തൈകൾ നട്ടുപിടിപ്പിച്ചു. അതിനുശേഷം തൈകൾ പറിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. തൈകൾ പറിച്ചെടുക്കുമ്പോൾ പൊട്ടാതിരിക്കാൻ നഴ്സറിയിൽ വെള്ളം നിറയ്ക്കണം. ആ സമയത്ത് ചെടികൾ പറിച്ചെടുക്കപ്പെടും, പക്ഷേ വേരുകൾ പൊട്ടുകയില്ല. വേരുകൾ പൊട്ടിയാൽ രോഗം കൂടുതൽ ഗുരുതരമാകും. ഫംഗസിന് പ്രവേശിക്കാനുള്ള എളുപ്പവഴിയാണിത്. തൈകൾ പറിച്ചെടുത്ത ശേഷം നടുന്നതിന് മുമ്പ് തൈകൾ സംസ്കരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ തൈകൾ എന്തുപയോഗിച്ച് സംസ്കരിക്കും? ക്യൂഡോമോറസ് ജൈവ ബാക്ടീരിയയാണ്. അതെ, ഉപയോഗിക്കുന്ന കീടനാശിനികളോ മറ്റേതെങ്കിലും രാസവസ്തുക്കളോ കുറച്ച് സമയത്തിന് ശേഷം നശിപ്പിക്കപ്പെടും. അതേസമയം ജൈവ ബാക്ടീരിയയോ ഫംഗസോ വയലിലേക്ക് പോയി അവിടെ തന്നെ തുടരും. അത് തുടർന്നാൽ അത് നിങ്ങളുടെ വിളയെ പല രോഗങ്ങളിൽ നിന്നും വളരെ കാലം സംരക്ഷിക്കും. ഭാവിയിൽ കർഷകർ അത്തരം ഒരു പൂർണ്ണ പദ്ധതി പിന്തുടരുകയാണെങ്കിൽ ചെലവും കുറയും. നോക്കൂ, അതായത് അജന്ത മാഡം പറഞ്ഞതുപോലെ വളരെയധികം രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഇത് കർഷകർക്ക് ദോഷം വരുത്തുന്നു. ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ കർഷകരിൽ നിന്ന് നമുക്ക് അത്തരം ചോദ്യങ്ങൾ എടുക്കാം. ഞങ്ങൾക്ക് നെല്ലിന്റെ ഒരു കർഷകനുണ്ട്, സർ. IPM-ലൂടെയും
ഈ കീടനാശിനി വിഷരഹിത വിളയിലൂടെയും നമുക്ക് എങ്ങനെ കൂടുതൽ നെല്ല് വിളവ് ലഭിക്കുമെന്ന് ഞാൻ ഡോക്ടർ സാഹിബിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ ചോദ്യം, നമ്മൾ ഇപ്പോൾ നടുന്ന നെല്ലിൽ തണ്ടുതുരപ്പൻ, ബക്കാന രോഗം എന്നിവയാൽ ധാരാളം പ്രശ്നമുണ്ട് എന്നതാണ്. അപ്പോൾ IPM വഴി നമുക്ക് ഇത് എങ്ങനെ തടയാം? IPM ൽ 2 ഘട്ടങ്ങളെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വിത്ത് സംസ്കരണത്തെക്കുറിച്ചും സസ്യ സംസ്കരണത്തെക്കുറിച്ചും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് വിത്ത് ശൃംഖലയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിലൊരു ഘട്ടം ഒഴിവാക്കി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോലും ഏതെങ്കിലും വിത്ത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വിത്ത് 2% ഉപ്പിൻ്റെ ഉരുളയിലിടണം. ശരി, അപ്പോൾ എന്ത് സംഭവിക്കും? നേരിയ വിത്ത് പൊങ്ങിക്കിടക്കും. കനത്ത വിത്ത് അത് സ്ഥിരമാകുമ്പോൾ ആരോഗ്യകരമാകും. അതിനാൽ ആ വിത്ത് എടുത്ത് 3-4 തവണ വെള്ളത്തിൽ വൃത്തിയാക്കുക. ശൃംഖലയിൽ ഇത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ചെടിയെ സ്യൂഡോമോണസ് ഉപയോഗിച്ച് ചികിത്സിച്ചതുപോലെ അതിനുശേഷം നിങ്ങൾ അത് സാധാരണ രീതിയിൽ വയലിൽ നടണം. അതെ, ഇപ്പോൾ നടുന്നതിന് മുമ്പ് തന്നെ ഒരു ഘട്ടം തണ്ടുതുരപ്പനുണ്ടോ എന്നതാണ്. വയലിൽ നടുന്നതിന് മുമ്പ് നിങ്ങൾ നഴ്സറിയുടെ മുകളിലെ 3 സെന്റിമീറ്റർ മുതൽ 4 സെന്റിമീറ്റർ വരെ ഇല പൊട്ടിച്ച് നീക്കം ചെയ്യണം. കാരണം തണ്ടുതുരപ്പൻ പ്രാണി നഴ്സറിയിൽ തന്നെ മുട്ടയിടുന്നു. അതിനാൽ നിങ്ങളുടെ മുട്ടകൾ ഇവിടെ തന്നെ തീർന്നു. അവ ഒരിക്കലും വയലിൽ എത്തില്ല. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം കൂടുതൽ വർദ്ധിക്കില്ല. ഇനി പറമ്പിൽ പറിച്ചുനടൽ പൂർത്തിയായി എന്ന് കരുതുക. പറിച്ചുനടൽ സമയത്ത് നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒരിടത്ത് കുറഞ്ഞ 2 ചെടികളെങ്കിലും നടണം. പറിച്ചുനടൽ വരിവരിയായി നടത്തുകയും 3 മുതൽ 4 മീറ്റർ വരെ അകലത്തിൽ നടത്തുകയും വേണം. ഒരടി ഏകദേശം 40 സെന്റിമീറ്റർ സ്ഥലം വിടുക. ഇത് നടക്കാൻ ഉപയോഗപ്രദമാകും. വായുസഞ്ചാരവും നല്ലതായിരിക്കും. ഇതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? പാടത്തിന്റെ നിരീക്ഷണം ആവശ്യമാണ്. നിരീക്ഷണമില്ലാതെ IPM ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ആഴ്ചതോറുമുള്ള ഇടവേളകളിൽ നിരീക്ഷിക്കുകയും ഏതെങ്കിലും പ്രാണി വരുന്നുണ്ടോ എന്ന് നോക്കുകയും വേണം. അല്ലേ? തണ്ടുതുരപ്പിന്റെ മുട്ടകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. അതിന്റെ നിശാശലഭത്തിന്റെ ചിത്രങ്ങളും ഞങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ചിത്രങ്ങൾ നോക്കൂ. അപ്പോൾ നിങ്ങളത് വയലിൽ കാണണം. നിങ്ങൾ 5 സ്ഥലങ്ങളിൽ പരിശോധിച്ചാൽ നിങ്ങൾ 25 ചെടികൾ പരിശോധിക്കും. നിങ്ങൾ 20 ചെടികൾ പരിശോധിക്കും. 10% കൂടുതൽ തണ്ടുതുരപ്പന്മാർ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. IPM ൽ ഒന്നും ചെയ്യാതിരിക്കുന്നത് ധാരാളം ചെയ്യുന്നതിന് തുല്യമാണ്. ഇതിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ മരുന്ന് പ്രയോഗിക്കുന്നില്ലെങ്കിൽ ചിലന്തികളും മിത്രപ്രാണികളും അവരുടെ ജോലി വളരെയധികം ചെയ്യും. ഉടൻ തന്നെ നിങ്ങൾക്ക് മരുന്ന് ആവശ്യമില്ലായിരിക്കാം. ഇപ്പോൾ ഒരു ഇടവേള എടുക്കേണ്ട സമയമായി. പക്ഷേ അതിനു മുമ്പ് അജന്താജി വളരെ കുറച്ച് വാക്കുകളിൽ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ദയവായി പറയൂ. അതെ, ഇതിൽ ചില പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്നാമതായി, പ്രതിരോധശേഷിയുള്ള ഇനങ്ങൾ ഉപയോഗിക്കണം. എല്ലാത്തരം IPM ലും ഇനം നല്ലതും നമ്മുടെ വിത്ത് നല്ലതുമാണെങ്കിൽ നമ്മുടെ വിള അത്രയും ആരോഗ്യകരമായിരിക്കും. രണ്ടാമത്തേത് വിത്ത് സംസ്കരണം. അത് ഞങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളോട് പറഞ്ഞു. അതിനുശേഷം നിരീക്ഷണമുണ്ട്. നിരീക്ഷണം വളരെ പ്രധാനമാണ്. എൻ്റെ സഹപ്രവർത്തകൻ ഇത് വിശദമായി പറഞ്ഞതുപോലെ അതിനുശേഷം ധാരാളം കെണികൾ വരുന്നു. മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ്, ഫെറോമോൺ ട്രാപ്പ്, പഴയീച്ചയുടെ കാര്യത്തിൽ പഴയീച്ച കെണി എന്നിങ്ങനെയുള്ള കെണികളിലൂടെ നമുക്ക് കണ്ടെത്താനും നിരീക്ഷിക്കാനും കഴിയും. നിരീക്ഷണത്തിനു ശേഷം ഈ പ്രാണി നമ്മുടെ വയലിൽ കൂടുതലാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂട്ട ട്രാപ്പിംഗ് നടത്താം. ഒടുവിൽ ജൈവ നിയന്ത്രണം വരുന്നു. ജൈവ നിയന്ത്രണത്തിൽ വേപ്പ്, അതിൻ്റെ എണ്ണ, വേപ്പ് സാറ്റ് തുടങ്ങിയ മറ്റു വേപ്പ് ഉൽപ്പന്നങ്ങൾ നമുക്ക് നിർമ്മിക്കാം. നമ്മുടെ കർഷക സഹോദരന്മാർക്ക് വിത്തുകളിൽ നിന്ന് വേപ്പ് സത്ത് ഉപയോഗിക്കാം. വേപ്പിലയിൽ നിന്ന് നമുക്ക് സത്ത് ഉണ്ടാക്കാം. ജൈവ നിയന്ത്രണത്തിൽ നമ്മുടെ ജീവജാലങ്ങളുടെയും കീടസുഹൃത്തുക്കളുടെയും സംരക്ഷണം ഉൾപ്പെടുന്നു. ഒടുവിൽ നമ്മുടെ കീടനാശിനികളുടെ ഉപയോഗവും വരുന്നു. ഇക്കാലത്ത് നമ്മൾ നേരത്തെ ചെയ്യുന്നത് പോലെ. അതെ, അങ്ങനെയൊന്നുമില്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക പരിധി കവിയുമ്പോൾ ഏതെങ്കിലും കീടനാശിനി മാത്രമേ ഉപയോഗിക്കാവൂ. അതീവ ജാഗ്രതയോടെ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. അതെ, ജൈവകൃഷി അല്ലെങ്കിൽ പ്രകൃതിദത്ത കൃഷി മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളതാണ് IPM എന്ന് കർഷകർ പലപ്പോഴും കരുതുന്നുണ്ടെന്ന് നിങ്ങളിവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ജൈവകൃഷി അല്ലെങ്കിൽ പ്രകൃതി കൃഷി. പക്ഷേ അങ്ങനെയല്ല. ഇതാണ് ഘട്ടം. ഒടുവിൽ ഒരു പരിഹാരമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ രാസവസ്തുക്കൾ ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ അത് വിപരീത ഫലമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനാൽ ഇപ്പോൾ നിങ്ങൾ അത് ചെയ്യേണ്ടതില്ല. അതിനാൽ ഞങ്ങളുടെ വിദഗ്ധരിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ച് കർഷകർക്ക് നൽകിയ വിവരങ്ങൾ ഞങ്ങളുടെ കർഷകർ തീർച്ചയായും അത് ശ്രദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഒരു ചെറിയ ഇടവേളയുണ്ട്. എവിടേക്കും പോകരുത്. ഇത് IPM-നെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ടതും വളരെ അർത്ഥവത്തായതുമായ ഒരു ചർച്ചയാണ്. ഇടവേളയ്ക്ക് ശേഷവും ഇത് തുടരും. അതുകൊണ്ട് നമുക്കൊരു കൈയടിയെടുക്കാം. ഇവിടെ ഒരു ചെറിയ ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃഷി ചൗപ്പാൽ. ഇന്നത്തെ കൃഷി ചൗപ്പാൽ വെറുമൊരു ചൗപ്പാലല്ല, ഭാവിയിലേക്കുള്ള ഒരു തന്ത്രമാണ്. ആരോഗ്യകരമായ വിത്തുകൾ ഇന്ന് വിതയ്ക്കുന്ന വിധത്തിൽ നമുക്ക് ഭാവി മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു നയവും ശ്രമവുമാണ്. വിശിഷ്ട അതിഥികൾ ഞങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അവരെ ഓരോരുത്തരെയായി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം.
ഡോക്ടർ രേഖ ബലോഡിജി ICR NRIPM ന്യൂഡൽഹിയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞയാണ്. ഡോക്ടർ നിരഞ്ജൻ സിംഗ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റാണ്. ICR NRIPM ന്യൂഡൽഹിയിൽ നിന്ന് ഞങ്ങൾക്ക് വളരെ വിശിഷ്ടാതിഥിയുണ്ട്. അദ്ദേഹത്തെ വലിയ കരഘോഷത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ ഭഭൂഷൺ ത്യാഗിജി. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. ഈ മേഖലയുടെ പിതാവാണ് അദ്ദേഹം എന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹം ഭീഷ്മ പിതാമഹനാണ്. ഞാൻ എന്തൊക്കെ രൂപകങ്ങൾ ഉപയോഗിക്കണം, എല്ലാം പോരാ. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് കയ്യടി നൽകുക. അദ്ദേഹം തന്റെ അനുഭവത്തെക്കുറിച്ചും അദ്ദേഹം ഇവിടെ എങ്ങനെ എത്തി മറ്റ് കർഷകർക്ക് പ്രചോദനമായി മാറുന്നുവെന്ന് നമ്മളോട് പറയും. അപ്പോൾ നമുക്ക് സംഭാഷണം ആരംഭിക്കാം. ആദ്യം തന്നെ തക്കാളിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തക്കാളിയിൽ IPM എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ താങ്കളിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. തക്കാളി ഒരു നാണ്യവിളയാണ്. വർഷം മുഴുവനും ഇതിന് ആവശ്യക്കാരുണ്ട്. പച്ചക്കറികളിൽ ഇത് വളരെ പ്രധാനമാണ്. പക്ഷെ അത്രയും സെൻസിറ്റീവാണ്. തക്കാളി വളരെ പെട്ടെന്ന് നീരസത്തിലാവുകയും ചുവപ്പായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ അതിൽ IPM എങ്ങനെ ഉപയോഗിക്കാം? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് തക്കാളി പാകം ചെയ്ത് കഴിക്കുന്ന ഒരു വിളയായതിനാൽ സാലഡായും പച്ചയായും ഉപയോഗിക്കുന്നു. അതിനാൽ ഇതിന് രോഗങ്ങളും പ്രാണികളും എന്ന് വിളിക്കുന്ന നിരവധി കീടങ്ങളുണ്ട്. അവയിൽ കായ്ത്തുരപ്പനുമുണ്ട്. അതോടൊപ്പം വെളുത്ത ഈച്ചയുമുണ്ട്. വൈറസുമായി ബന്ധപ്പെട്ട രോഗങ്ങളും ഇതിൽ വരുന്നു. ഇതിനൊപ്പം നേരത്തെയും വൈകിയുമുള്ള വരൾച്ചയും ഇപ്പോൾ നെമറ്റോഡുകൾ എന്നറിയപ്പെടുന്ന നെമറ്റോഡുകളും റൂട്ടുകെട്ടിന്റെ പ്രശ്നവും ഇതിൽ വലിയ അളവിൽ കാണപ്പെടുന്നു. അതിനാൽ ഈ രോഗങ്ങളെല്ലാം തടയാൻ നമ്മൾ സംയോജിത കീടനിയന്ത്രണം ഉപയോഗിക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരിട്ട് രാസവസ്തുക്കൾ ഉപയോഗിക്കരുത്. ഉദാഹരണത്തിന് മണ്ണിലൂടെ പകരുന്ന നിമാവിരകൾ പോലുള്ള രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിന് വിളഭ്രമണം സ്വീകരിക്കണം. അതോടൊപ്പം നേരത്തെ ഊന്നിപ്പറഞ്ഞ ട്രൈക്കോഡർമ, സ്യൂഡോമോണസ് പോലുള്ള ജൈവ നിയന്ത്രണ മാർഗങ്ങൾ പരമാവധി ഉപയോഗിക്കണം. ട്രൈക്കോഡർമ ഒരു സൗഹൃദ കുമിളാണ്. ഇത് മണ്ണിൽ സംസ്കരിക്കുന്നതിനും വിത്തുകൾക്കൊപ്പം ഉപയോഗിക്കാനും കഴിയും. മണ്ണിൽ സംസ്കരിക്കുന്നതിന് ജൈവവളത്തിൽ കലർത്തണം. ടണ്ണിന് 1 കിലോ എന്ന തോതിൽ മണ്ണിര വളത്തിലോ ചാണകവളത്തിലോ കലർത്താം. അതോടൊപ്പം കിലോയ്ക്ക് 5 ഗ്രാം എന്ന തോതിൽ തക്കാളിയുടെ ബ്രിഡ്ജ് ട്രീറ്റ്മെൻറ്റും നടത്താം. മണ്ണ് സംസ്കരണവും വിത്ത് സംസ്കരണവും നടത്തുമ്പോൾ മണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വലിയ അളവിൽ കുറയുന്നു. അതുപോലെ പഴം തുരപ്പൻ അല്ലെങ്കിൽ പഴം ഭേദകൻ എന്ന് നമ്മൾ വിളിക്കുന്ന പഴം തുരപ്പൻ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാണിയാണ്. ഇത് വിളകൾക്ക് വളരെയധികം നാശമുണ്ടാക്കുന്നു. കർഷകർ ഇതുമൂലം വളരെയധികം ബുദ്ധിമുട്ടുന്നു. ഇതിനായി കഴിയുന്നിടത്തോളം കീടങ്ങൾ വളരെ കുറഞ്ഞ സാമ്പത്തിക നാശനഷ്ടം കൈവരിക്കുമ്പോൾ മാത്രമേ രാസവസ്തുക്കൾ ഉപയോഗിക്കാവൂ. ഇതിനാൽ ഹെലിലൂർ എന്ന പേരിൽ വരുന്ന ഫെറോമോൺ കെണി ഉപയോഗിക്കാം. അതിനു പുറമെ ഹെക്ടറിന് NPV 250 എന്ന നിരക്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇതോടൊപ്പം വെള്ളീച്ചയ്ക്കോ നീല വെള്ളീച്ചയ്ക്കോ മഞ്ഞ സ്റ്റിക്കി കെണികളോ മഞ്ഞ കെണികളോ ഉപയോഗിക്കാം. ഏക്കറിന് 5 മുതൽ 10 വരെ എന്ന നിരക്കിൽ നമുക്ക് അവ ഉപയോഗിക്കാം. നിരീക്ഷണത്തിനായി നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കൂട്ടക്കെണി നടത്താൻ കഴിയുന്ന തരത്തിൽ ഇതിന്റെ നിരക്ക് ഏക്കറിന് 15 മുതൽ 20 വരെയായി വർദ്ധിപ്പിക്കണം. ഇതോടൊപ്പം രാസവസ്തുക്കളിലേക്കോ കീടനാശിനികളിലേക്കോ പോകുന്നതിനു മുമ്പ് ബുവേറിയ ബാസിന, മെറ്റാർഹിസിയം പോലുള്ള ബയോളജിക്കൽ കൺട്രോളറുകൾ ഉപയോഗിക്കണം. നിമാവിരകൾക്കും പെയ്സുലോമൈസസ് പോലുള്ള നല്ല ബയോളജിക്കൽ കൺട്രോളറുകൾ നമുക്ക് ഉപയോഗിക്കാം. ഈ വസ്തുതകൾ ഉപയോഗിച്ച്, ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മാത്രമേ തക്കാളിയിൽ സംയോജിത കീടനിയന്ത്രണം സ്വീകരിക്കാൻ പാടുള്ളൂ. ഇനി കർഷകരുടെ ചോദ്യങ്ങൾ എടുക്കാം. ചില കർഷകർ ഇടയ്ക്ക് കൈകൾ ഉയർത്തുന്നുണ്ട്. ഇത് വളരെ നല്ല അവസരമാണ്. നോക്കൂ, നിങ്ങൾക്ക് ശാസ്ത്രജ്ഞനുമായി നേരിട്ട് സംസാരിക്കാൻ കഴിയും. അദ്ദേഹം നിങ്ങളുടെ വയലുകളിൽ എത്തിയിട്ടുണ്ട്. അതിനാൽ നമുക്കൊരു ചോദ്യം ചോദിക്കാം. ആരാണ് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, IPM ചികിത്സയിലൂടെ തക്കാളി വിളവ് നല്ലതായിരിക്കുമോ? അതായത് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞതുപോലെ സംയോജിത കീടനിയന്ത്രണത്തിന്റെ വിവിധ ഘടകങ്ങൾ തക്കാളിയിൽ സംയോജിത കീടനിയന്ത്രണ സംവിധാനം സ്വീകരിക്കാം. നമുക്കത് നടപ്പിലാക്കാൻ കഴിയും. അതോടൊപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം ഇതുപയോഗിച്ച് തക്കാളി വിളവ് വർദ്ധിക്കുമോ എന്നതാണ്. തീർച്ചയായും തക്കാളി വിളവ് വർദ്ധിക്കുന്നു. കാരണം സംയോജിത കീടനിയന്ത്രണ IPM-ൽ ഒരു രോഗം വന്നതിന് ശേഷം ഞങ്ങൾ അത് നിർണ്ണയിക്കുന്നില്ല. ഏതെങ്കിലും രോഗം വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും കീടബാധ വർദ്ധിച്ചാൽ അത് നമ്മെയോ നമ്മുടെ വിളയെയോ ദോഷകരമായി ബാധിക്കുന്നതിനു മുമ്പ് നമുക്കത് നിർണ്ണയിക്കാൻ കഴിയും. നോക്കൂ, ധാരാളം ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കാർഷിക മേഖലയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും കർഷകരെ ബന്ധിപ്പിക്കുന്നതും കാണുമ്പോഴാണ് വിപ്ലവത്തിന്റെ യുഗം ആരംഭിച്ചതെന്ന് ഞാൻ പറയും. എന്നാൽ കർഷകരിലേക്ക് എത്താൻ എന്തൊക്കെ തരത്തിലുള്ള ആശയവിനിമയ ഉപകരണങ്ങളുണ്ട്, ഏതൊക്കെ മാധ്യമങ്ങളാണ് ഇവിടെ കാണുകയും ടെലിവിഷനിലൂടെ കാണുകയും ചെയ്യുന്ന നമ്മുടെ കർഷകർക്ക് അതെങ്ങനെ സ്വീകരിക്കാൻ കഴിയും? അവർക്ക് അവരുമായി എങ്ങനെ ബന്ധപ്പെടാൻ കഴിയും?
ഓരോ കർഷകനിലും അല്ലെങ്കിൽ എല്ലാ ഗ്രാമത്തിലും ഒരു വിദഗ്ധനെ വിന്യസിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വിവര ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ വ്യാപ്തി വളരെ വിശാലമാണെന്നും അത് വളരെ വലിയ പ്രേക്ഷകരിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുമെന്നും നമുക്കെല്ലാവർക്കും അറിയാം. അതിനാൽ ഈ സംയോജിത കീടനിയന്ത്രണ സംവിധാനത്തിൽ വിവരങ്ങൾ കൃത്യസമയത്തും അതിൻ്റെ പ്രചാരണത്തിലും കർഷകരിലേക്ക് എത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഈ വിവര ആശയവിനിമയ സാങ്കേതിക വിദ്യയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ വീടുകളിലെ എല്ലാവരും വിവര ആശയവിനിമയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. അത് സ്മാർട്ട് മൊബൈൽ ഫോൺ ആയാലും ടാബ്ലറ്റ് ആയാലും ഡെസ്ക്ടോപ്പ് ആയാലും. എന്നാൽ കൃഷിയിൽ സംയോജിത കീടനിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ അത് അവിടെ അധികം ഉപയോഗിക്കുന്നില്ല. ഈ വിവര ആശയവിനിമയ സാങ്കേതിക വിദ്യയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയും. അതിനാൽ ഞാൻ പറയും, വിവര ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ അത്തരം നിരവധി ഉപകരണങ്ങളുണ്ട്. അവ ഉപയോഗിച്ച് കർഷകർക്ക് കൃത്യവും സമയബന്ധിതവുമായ വിവരങ്ങൾ എളുപ്പത്തിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് കർഷകർക്ക് ആശയവിനിമയ സാങ്കേതികവിദ്യയുടെ എല്ലാവിധ ഉപകരണങ്ങളും എത്തിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് കർഷകർക്ക് കാർഷിക മേഖലയിൽ വളരെയധികം ഉപകാരം ചെയ്യുന്നതാണ്. പ്രധാനമായും ജനപ്രിയമായ അത്തരം ഉപകരണങ്ങളെക്കുറിച്ച് താങ്കൾ അതെ. ഞങ്ങളോട് പറയാമോ? കീടനിയന്ത്രണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ 2 പ്രശ്നങ്ങൾ, ഒന്ന് കീടത്തെ ശരിയായി തിരിച്ചറിയുക എന്നതാണ്, മറ്റൊന്ന് അതിൻ്റെ മാനേജ്മെൻറ്റിനുള്ള ശരിയായ ഉപദേശം എന്നിവയാണ്. ഒരു വിദഗ്ധൻ്റെ അഭാവത്തിൽ കർഷകർ ആദ്യം രണ്ടിലും സഹായത്തിനായി കീടനാശിനി ഡീലറെ സമീപിക്കുക എന്നതാണ്. അതെ. അതിനാൽ ഒരു വിദഗ്ധന് പകരം അവർ വിവര ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ശരിയായ സമയത്ത് അവർക്ക് ശരിയായ വിവരങ്ങൾ എളുപ്പത്തിൽ ലഭിക്കും. അതിനാൽ ഇതിനായി അടുത്തിടെ നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് നമ്മുടെ കൃഷി കാർഷികക്ഷേമ വകുപ്പുമായി സഹകരിച്ച് നാഷണൽ പെസ്റ്റ് സർവൈലൻസ് സിസ്റ്റം എന്ന് ഞങ്ങൾ വിളിക്കുന്ന വളരെ നല്ല ഒരു ആപ്പ് സൃഷ്ടിച്ചു. ചുരുക്കത്തിൽ അതിൻ്റെ പേര് NPSS എന്നാണ്. അതിൻ്റെ സഹായത്തോടെ കീടങ്ങളെയും രോഗങ്ങളെയും തിരിച്ചറിയാൻ ഞങ്ങൾ കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വയലിൻ്റെ ഒരു ഫോട്ടോ എളുപ്പത്തിൽ നൽകാനാകും. അതിലൂടെ അത് ഏത് കീടമോ രോഗമോ ആണെന്ന് അത് നിങ്ങളോട് പറയും. തുടർന്ന് നിങ്ങളുടെ വയലിലെ കീടബാധയുടെ അളവ് നിങ്ങൾ അതിനോട് പറഞ്ഞാൽ അത് ഇടത്തരം ലെവലാണോ അതോ വളരെ ഗുരുതരമായ പ്രശ്നമാണോ എന്നും, അല്ലെങ്കിൽ വളരെ കുറവാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിങ്ങൾക്ക് ഉപദേശവും നൽകുന്നു. അപ്പോൾ ഇത് വളരെ പ്രായോഗികമാണെന്ന് അർത്ഥമാക്കുന്നു. ഈ ഉപകരണങ്ങൾ വളരെ പ്രായോഗികമാക്കിയിരിക്കുന്നു. നമുക്ക് ഉപയോക്തൃ സൗഹൃദമെന്ന് പറയാം. അതായത് പ്രദേശത്തിന്റെ ഭാഷയിൽ ഇത് നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതൊരു തത്സമയ ഡെമോ രൂപത്തിലാണ്. അതായത് ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ആപ്പിൽ നൽകണം. അപ്പോൾ അതിന്റെ പരിഹാരം ഉടനടി ലഭ്യമാകും. പക്ഷേ മുഴുവൻ സർവകലാശാലയും ഞങ്ങളോടൊപ്പം ഇരിക്കുന്നു. ഭൂഷൺ ത്യാഗിജി അവിടെയുണ്ട്. അപ്പോൾ സർ, ഇപ്പോൾ താങ്കൾ ഞങ്ങളുടെ കാഴ്ചക്കാരോട് ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തതും താങ്കളുടെ അനുഭവവും എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് പറയുന്നു. സത്യത്തെ ഉപദ്രവിക്കാൻ കഴിയില്ലെന്ന് അവർ പറയുന്നു. അതിനാൽ താങ്കൾ ഈ മുഴുവൻ കാലഘട്ടവും കണ്ടു. അതെങ്ങനെ പ്രയോജനം ചെയ്യുമെന്ന് നിങ്ങൾ കണ്ടു. നിങ്ങളുടെ കൃഷി എങ്ങനെയുണ്ട്? നിങ്ങളുടെ വയലുകളും ഞങ്ങൾ കണ്ടു. ധാരാളം പച്ചപ്പുണ്ട്. വിളകൾ വളരെ ആരോഗ്യകരമായി കാണപ്പെടുന്നു. ഇന്നത്തെ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. രാസവളങ്ങളെക്കാൾ കൂടുതൽ നഷ്ടം കീടനാശിനികൾ മൂലമാണ്. ഇതിനായി ഇന്ത്യൻ സർക്കാരിൻ്റെ വിജയകരമായ പ്രധാനമന്ത്രിയും കൃഷിമന്ത്രിയും ചേർന്ന് സങ്കൽപ് ഏക് യാത്ര എന്ന പരിപാടി ആരംഭിച്ചു. IPM-നെ കുറിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചയ്ക്കായി ഇന്ന് ഞങ്ങൾ ഇവിടെ സന്നിഹിതരാണ്. ഈ പരിപാടിയുടെ ലക്ഷ്യം നമ്മുടെ കൃഷിയിടങ്ങളിലെ രാസവിഷബാധ എങ്ങനെ ഒഴിവാക്കാം എന്നതാണ്. അതുവഴി ആരോഗ്യം, പരിസ്ഥിതി, കയറ്റുമതി എന്നിവയെക്കുറിച്ച് നമുക്ക് അവബോധം ലഭിക്കും. കാരണം സുഹൃത്തുക്കളെ, കർഷകരുടെ സാമ്പത്തിക അഭിവൃദ്ധി വർദ്ധിക്കുന്നു. അതിനാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധി വർദ്ധിക്കുന്നു. ഒരു അങ്ങേയറ്റത്തെ സാഹചര്യത്തിൽ നമ്മളത് ചെയ്യേണ്ടി വന്നാൽ വിപണിയിൽ ലഭ്യമായ എല്ലാ വിഷോൽപ്പന്നങ്ങളെക്കുറിച്ചും ഇന്ത്യ ഗവൺമെൻറ് 4 സൂചനകൾ നൽകിയിട്ടുണ്ട്. അവയിൽ ചുവപ്പ് നിറം, മഞ്ഞ നിറം, നീല നിറം, പച്ച നിറം എന്നിവയുണ്ട്. കർഷക സഹോദരന്മാരോടുള്ള എൻ്റെ അഭ്യർത്ഥന, വാങ്ങുമ്പോൾ കുറഞ്ഞത് പച്ച നിറത്തിനപ്പുറം പോകരുതെന്ന് ഓർമ്മിക്കുക. സുരക്ഷിതമായ തരത്തിലുള്ള രാസവസ്തുക്കൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. ത്യാഗിജി, എനിക്കിവിടെ ഒരു ചോദ്യമുണ്ട്. കർഷകരുമായി സംസാരിക്കുമ്പോഴും പലപ്പോഴും ഞാൻ വയലിൽ പോകുമ്പോഴും കർഷകർ പറയാറുണ്ട് ഇതെല്ലാം വളരെ നല്ലതാണെന്ന്. പക്ഷേ ഇതിന് ധാരാളം സമയമെടുക്കും. ഇതിന് ധാരാളം ക്ഷമ ആവശ്യമാണ്. അതേസമയം ക്ഷമയുടെ ഫലവും മധുരമുള്ളതാണ്. ഞങ്ങൾക്കും ഇതറിയാം.
രാജ്യത്തെ മുഴുവൻ കർഷക സഹോദരന്മാരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നത് മാറ്റം മാനസിക തലത്തിലാണ് സംഭവിക്കുന്നത് എന്നതിനാൽ മാറാൻ സമയമെടുക്കില്ല എന്നാണ്. തൊഴിൽ തലത്തിലാണ് നമ്മൾ മാറാൻ ആഗ്രഹിക്കുന്നത്. മാറ്റം മാനസികമാണ്. മാനസികാവസ്ഥ ഒരു നിമിഷം കൊണ്ട് മാറുന്നു. എൻ്റെ രാജ്യത്തെ കർഷകർ മനസ്സിൽ തീരുമാനിക്കുന്ന ദിവസം രാഷ്ട്രത്തിനു വേണ്ടി കൃഷി ചെയ്യണം, ആരോഗ്യത്തിനായി കൃഷി ചെയ്യണം, സാമ്പത്തിക അഭിവൃദ്ധിക്കായി കൃഷി ചെയ്യണം. നോക്കൂ, വിജയകരമായ പ്രധാനമന്ത്രിയുടെ വളരെ മനോഹരമായ ഒരു ഉറവിടമുണ്ട്. സ്വാശ്രയ ഇന്ത്യ എന്ന ആശയം കർഷകന്റെ അഭിവൃദ്ധിയിൽ നിന്ന് രാഷ്ട്രത്തിൻ്റെ അഭിവൃദ്ധിയിലേക്ക് പോകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കർഷകൻ സമ്പന്നനല്ലെങ്കിൽ രാഷ്ട്രം എങ്ങനെ അഭിവൃദ്ധിപ്പെടും? ഈ സാഹചര്യത്തിൽ ഇന്ന് IPM കുറിച്ച് ഞാൻ വളരെ സന്തോഷവാനാണ്. ഒരിക്കലും വൈകിയതിനേക്കാൾ നല്ലത് നമ്മളത് വളരെ നേരത്തെ ആരംഭിക്കേണ്ടതായിരുന്നു എന്നാണ്. നിങ്ങളൊരു കർഷകനാണെങ്കിൽ നമ്മൾ നിലനിൽക്കുന്നു എന്ന് നമ്മുടെ പ്രധാനമന്ത്രി ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു. കാരണം നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം ഉണ്ടാകൂ. അപ്പോൾ മാത്രമേ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകൂ. ലോകവേദിയിൽ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി സ്ഥാപിക്കാൻ കഴിയൂ. ചില കർഷകരുണ്ട്, നമുക്ക് അവരോട് നേരിട്ട് സംസാരിക്കാം. അവരുടെ മനസ്സിലൊരു ചോദ്യമുണ്ട്. എൻ്റെ പേര് മുകേഷ് നഗർ, ഗൗതം ബുദ്ധനഗർ, നോയിഡ ജില്ലയിലെ ബംബാവത്ത് ഗ്രാമം. NPSSന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ പ്രയോജനം എന്താണ്? ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ NPSS ആപ്പ് വിവര ആശയവിനിമയ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു എന്നത്. കർഷകർക്ക് അവരുടെ കൃഷിയിടങ്ങളിൽ കീടങ്ങളുടെയും രോഗങ്ങളുടെയും തോത് അടിസ്ഥാനമാക്കിയാണ് ഉപദേശം നൽകുന്നത്. അത് മറ്റ് ആപ്പുകളിലില്ല. അതുള്ള വിവരങ്ങൾ കാർഷിക ഗവേഷണ കൗൺസിലിലെ ശാസ്ത്രജ്ഞരിൽ നിന്നുള്ള ശാസ്ത്രീയ വിവരങ്ങളാണ്. ശരിയായ ഉറവിടങ്ങളിൽ നിന്ന് അവർ എടുത്ത വിവരങ്ങൾ അതിലുണ്ട് താനും. സർ, നിങ്ങൾ പറഞ്ഞ ആപ്പ് വളരെ മികച്ചതാണെന്ന് ഞാൻ കരുതുന്നു. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറയുകയും നിങ്ങൾ ഒരു കടയിൽ പോവുകയും ആരെങ്കിലും നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ നിങ്ങളത് ആ ആപ്പിൽ ഇടുക. നിങ്ങൾക്ക് ഉടൻ തന്നെ ഉത്തരം ലഭിക്കും. ഇപ്പോൾ മാഡം, ഞാനിത് അറിയാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ തക്കാളിയിൽ നിന്നാണ് തുടങ്ങിയത്. തക്കാളി വളരെ നല്ല വിളയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് പോഷകങ്ങളാൽ നിറഞ്ഞതാണ്. ഇതിന് വിപണിയിൽ നല്ല വിലയും ലഭിക്കുന്നു. പക്ഷേ അതിലൊരു വെല്ലുവിളി അതിൻ്റെ ഷെൽഫ് ലൈഫ് കുറവാണ് എന്നതാണ്. IPM ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഷെൽഫ് ലൈഫ് മെച്ചപ്പെടുത്താൻ കഴിയുമോ? എന്ത് തരത്തിലുള്ള ഫലങ്ങളാണുള്ളത്? ഇത് വിളയെ കൂടുതൽ ആരോഗ്യകരമാക്കുമോ? കീടനിയന്ത്രണത്തിനായി IPM ഉപയോഗിക്കുന്നു. വിളവെടുപ്പിന് ശേഷമുള്ള സാങ്കേതിക വിദ്യയെക്കുറിച്ചും വിളവെടുപ്പിന് ശേഷമുള്ള ഷെൽഫ് ലൈഫിനെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത്. വിളവെടുപ്പിന് ശേഷമുള്ള സമയത്തും IPMന്റെ വ്യത്യസ്ത സമീപനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തക്കാളിയുടെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കാൻ കഴിയും. അത് ശരിയാണ്. പക്ഷേ അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃഷിയിടത്തിൽ തന്നെ ധാരാളം കീടങ്ങളും രോഗങ്ങളും കണ്ടെത്തിയാൽ വിളയെടുക്കുമ്പോൾ ആ കീടങ്ങളുടെയും രോഗങ്ങളുടെയും അവശിഷ്ടങ്ങൾ വളരെയധികം കുറയും. അതിനാൽ നമ്മൾ സംഭരണത്തിനായി പോകുമ്പോൾ ആ സമയത്തും തക്കാളിയുടെ ഗുണനിലവാരം കേടുകൂടാതെ ഇരിക്കും. തീർച്ചയായും മാഡം. തക്കാളി വിളയിൽ IPMന്റെ ഉപയോഗം വളരെ നല്ല ഫലങ്ങൾ നൽകുന്നത് എങ്ങനെയെന്ന് താങ്കൾ പറഞ്ഞു. ഇനി കർഷകരോട് സംസാരിക്കാം. മറ്റൊരാളുടെ ചോദ്യം. ഞങ്ങളോടൊപ്പം മറ്റൊരു കർഷകനുമുണ്ട്. ഞാൻ രാകേഷ് റോയ്. ഞാനൊരു കരിമ്പ് കർഷകനാണ്. എനിക്കൊരു ചോദ്യം ചോദിക്കണം, എൻ്റെ അനുഭവവും. ഇപ്പോൾ നമ്മൾ IPMനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനാൽ ഞാൻ കരിമ്പിൽ എൻ്റെ IPM ഉപയോഗിക്കുന്നു. ഫെറമോൺ കെണിയേക്കാളും ട്രൈക്കോകാർഡിനേക്കാളും മികച്ചതാണ് ലൈറ്റ് ട്രാപ്പ് എന്ന് ഞാൻ കണ്ടെത്തി. ടോപ്പ് ബോറർ നമ്മുടെ ജില്ലയിലെ മുഴുവൻ സംസ്ഥാനത്തും ഒരു പ്രശ്നമാണ്. 238 ഇനങ്ങളിൽ ഇത് വലിയ അളവിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ 70 മുതൽ 80% വരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സർ, എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യമുണ്ട്. നമ്മുടെ കർഷക സഹോദരന്മാർ കീടനാശിനികൾ കാരണം എല്ലാ വർഷവും വൻതോതിൽ ജീവൻ നഷ്ടപ്പെടുന്നു. അവർ കടയുടമകളുടെ അടുത്തേക്ക് പോകുന്നു. അവർ സ്പ്രേ ചെയ്യാനോ തരികളിടാനോ ഭാരമുള്ള മരുന്നുകൾ നൽകുന്നു. അവയിൽ പലതും വയലുകളിൽ നശിക്കുന്നു. അതിനാൽ കർഷകർക്ക് എന്ത് മുൻകരുതലുകൾ എടുക്കണമെന്നും എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു തരിക. നോക്കൂ, നിങ്ങൾ വളരെ നല്ല ഒരു ചോദ്യമാണ് ചോദിച്ചത്. നിങ്ങൾ നിങ്ങളുടെ അനുഭവം പറയുകയും ചെയ്തു. ഇത് നിങ്ങൾ പറയുന്ന സംയോജിത കീടനിയന്ത്രണത്തിൻ്റെ ഒരു സാങ്കേതികത കൂടിയാണ്. അതിനാൽ ഇതിൻ്റെ ഉപയോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങൾ ലഭിച്ചുവെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. അതിനാൽ സംയോജിത കീടനിയന്ത്രണത്തിൻ്റെ വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ കർഷകർക്കും ഇത് വളരെ നല്ല വിവരമാണ്. അതിനാൽ ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ മണ്ണിനെ വിഷത്തിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല പരിസ്ഥിതിയെയും ആരോഗ്യത്തെയും സംരക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് വളരെ എളുപ്പമുള്ളൊരു സാങ്കേതികതയാണ്. അത് ഫെറോമോൺ കെണിയായാലും മഞ്ഞ സ്റ്റിക്കി ട്രാപ്പായാലും മറ്റേതെങ്കിലും കെണിയായാലും കീടങ്ങളെ നിരീക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും കഴിയും. നിങ്ങൾ പറഞ്ഞതുപോലെ കീടനാശിനി വ്യാപാരികളുടെ അടുത്തേക്ക് പോകുമ്പോൾ
അത് മിശ്രിതമോ മറ്റ് തെറ്റായ കീടനാശിനികളോ ആണ് പറയുന്നത്. അതിനാൽ നമ്മൾ വിവര ആശയവിനിമയ സാങ്കേതിക സംവിധാനം ഉപയോഗിക്കുകയാണെങ്കിൽ സംയോജിത കീടനാശിനി മാനേജ്മെൻറ്റിനായി ശാസ്ത്രജ്ഞർ സൃഷ്ടിച്ച ഉപകരണങ്ങൾ, അത് കിസാൻ, പ്ലാന്റിക്സിൻ്റെ ആപ്പ് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച ഞങ്ങളുടെ NPSS എന്നിവ ആകട്ടെ, നിങ്ങൾ ഈ ആപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കീടനാശിനി വ്യാപാരി നിങ്ങൾക്ക് നൽകുന്ന തെറ്റായ വിവരങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയും. കാരണം ഈ ആപ്പുകൾ വഴി നിങ്ങൾക്ക് കീടനാശിനി വ്യാപാരി നൽകിയ തെറ്റായ വിവരങ്ങൾ പരിശോധിക്കാൻ കഴിയും. അതെ, ഇതോടെ ഒരു ചെറിയ ഇടവേളയ്ക്കുള്ള സമയമായി. നിങ്ങളും ടെലിവിഷൻ വിട്ട് എവിടേക്കും പോകരുതേ. ഒരു ചെറിയ ഇടവേള എടുക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷവും കൃഷി ചൗപ്പാൽ തുടരുന്നതാണ്. ഇടവേളയ്ക്ക് ശേഷം നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃഷി ചൗപ്പാൽ. ഇത്തവണ നമ്മുടെ ചൗപ്പാൽ ബുലന്ദ് ഷഹറിലാണ് ഒരുക്കിയത്. ബുലന്ദ് ഷഹർ അതിന്റെ മധുരത്തിന് പേര് കേട്ടതാണ്. ഇവിടുത്തെ കർഷകർ വളരെ കഠിനാധ്വാനികളാണെന്ന് അറിയപ്പെടുന്നു. അതേസമയം ചില വെല്ലുവിളികളുമുണ്ട്. അതിനാൽ IPM-ലൂടെ ആ വെല്ലുവിളികൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്താം, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി ഈ വിഭാഗത്തിൽ ഞങ്ങളോടൊപ്പം ചേരുന്ന പ്രത്യേക അതിഥിയെ ഫരീദാബാദ് ഹരിയാനയിലെ DPPQS ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ സുനിത പാണ്ഡേജിയെ നമുക്ക് പരിചയപ്പെടാം. കരഘോഷത്തോടെ സ്വാഗതം. ഡോക്ടർ VD നിഗം ഞങ്ങളോടൊപ്പമുണ്ട്, ഫരീദാബാദ് ഹരിയാനയിലെ DPPQS ഡെപ്യൂട്ടി ഡയറക്ടർ. സർ, താങ്കൾക്കും സ്വാഗതം. ഫരീദാബാദ് DPPQS ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ വന്ദന പാണ്ഡെ, KVK ബുലന്ദ് ഷഹർ ഇൻചാർജ് ഓഫീസർ ഡോക്ടർ രേഷു സിംഗ്. അങ്ങനെ നിങ്ങൾ എല്ലാ അതിഥികളെയും കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോരുത്തരായി ചർച്ച ആരംഭിക്കും. കർഷക സഹോദരന്മാരെ, നിങ്ങളുടെ ചോദ്യങ്ങളുമായി നിങ്ങൾ തയ്യാറായിരിക്കണം. അപ്പോൾ ഒന്നാമതായി ഞാൻ സുനിത പാണ്ഡേജിയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നാഷണൽ കീട നിരീക്ഷണ സംവിധാനം NPSS-നെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇടവേളയ്ക്ക് മുൻപ് അത് ഏതൊക്കെ വിധങ്ങളിൽ ചെയ്യാം, എത്ര കാലം ഈ നിരീക്ഷണം നടത്തണം, എങ്ങനെ ചെയ്യണം, അത് എങ്ങനെ ഉറപ്പിക്കാം എന്നിവയെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്തു. നാഷണൽ കീട നിരീക്ഷണ സംവിധാനമുണ്ട്. ഇതിൽ പലപ്പോഴും സംഭവിച്ചിരുന്നത്, നമ്മുടെ എല്ലാ കർഷക സഹോദരന്മാരും വയലിൽ പോയി ഏതെങ്കിലും പ്രാണിയെ കണ്ടാൽ അവർ നേരിട്ട് കീടനാശിനി വ്യാപാരിയുടെ അടുത്തേക്ക് പോകുകയും നിങ്ങൾക്ക് എന്ത് മരുന്ന് നൽകിയാലും ഏത് മരുന്നാണ് ഫലപ്രദമെന്ന് നിങ്ങൾക്കറിയാത്തതിനാൽ നിങ്ങൾ അത് ഉപയോഗിക്കുകയും ചെയ്തു. ഒരു മരുന്ന് എത്ര അളവിൽ ഉപയോഗിക്കണം, അളവ് എന്തായിരിക്കണം? അപ്പോൾ സംഭവിക്കുന്നത്, നിങ്ങൾക്കൊരു ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കിറ്റിന്റെ ഫോട്ടോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യും. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് കിറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് യഥാർത്ഥ സമയമാണ്, തീർച്ചയായും. അതെ, ഇത് യഥാർത്ഥ സമയമാണ്. നിങ്ങൾ അതിൽ ഏത് കീടമാണെന്ന് ഇടുക. ആ കീടത്തിന്റെ അളവ് കുറഞ്ഞതോ ഇടത്തരമോ കഠിനമോ ആകട്ടെ, നിങ്ങൾ അതിലിടുന്നത് കാണും. അതനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഉപദേശം ലഭിക്കും. അതിലെ ഏറ്റവും വലിയ നല്ല കാര്യം, അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കീടനാശിനി കേന്ദ്ര കീടനാശിനി ബോർഡും രജിസ്ട്രേഷൻ കമ്മിറ്റിയും അംഗീകരിച്ചതാണ് എന്നതാണ്. അതിനാൽ നിങ്ങൾ അത് ശുപാർശ ചെയ്യണം. ഞങ്ങളുടെ ഈ ആപ്പ് 65 വിളകളെയും 901 കീടങ്ങളെയും രോഗങ്ങളെയും 173 പോഷകങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. തീർച്ചയായും മാഡം, താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ തത്സമയമാണെന്ന് നിങ്ങൾക്ക് ഒരു ചിത്രം അപ്ലോഡ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് പരിഹാരം ലഭിക്കും. അപ്പോൾ ഈ സിസ്റ്റം, ഈ മുഴുവൻ ആപ്പും കാരണം ധാരാളം കർഷകർ ഇതിൽ ചേരുകയാണെങ്കിൽ ഇത് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ മറ്റു പദ്ധതികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വിള ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് പറഞ്ഞാലും ഇല്ലെങ്കിലും, കാരണം അതിൽ പലപ്പോഴും രോഗങ്ങൾ കാരണം വിളകൾ നശിക്കുന്നത് നമ്മൾ കാണുന്നു. അതിനാൽ ഏതെങ്കിലും വിധത്തിൽ ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? കർഷകരും ഇതിനെക്കുറിച്ച് ആശങ്കാകുലരാണെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും നമ്മുടെ കർഷകർക്കും ഇതിൽ എങ്ങനെ പങ്കെടുക്കാമെന്ന് നോക്കൂ. നിങ്ങൾ വയലിൽ പോയി ഒരു കീടത്തെ കാണുമ്പോൾ നിങ്ങൾ അവിടെ പോയി അത് ഗുണപരമായ മാതൃകയിൽ നൽകുക. അപ്പോൾ വെബ് പോർട്ടൽ പരിശോധിക്കുന്ന ഞങ്ങളുടെ വിദഗ്ധർ അവിടെ ഇരിപ്പുണ്ട്. അതിനാൽ ഈ കീടം ഇവിടെ ബാധിച്ചിട്ടുണ്ടെന്ന് അവർ ഉടൻ മനസ്സിലാക്കുന്നു. അതിനാൽ ഞങ്ങളുടെ കൃഷി വിപുലീകരണ ഓഫീസർമാരും സംസ്ഥാന വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഞങ്ങളുടെ CIPMC സ്കൗട്ടുകളും ഉടൻ പോയി ഉപദേശങ്ങൾ നൽകും. മുമ്പ് ഒരു ഉപദേശം നൽകാൻ 10 അല്ലെങ്കിൽ 15 ദിവസം എടുക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങളുടെ വിദഗ്ധർ ഇരുന്ന് ഉടനടി ഉപദേശങ്ങൾ നൽകും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ആപ്പ് വഴി കർഷകർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് തത്സമയ പരിഹാരം ലഭിക്കും. അതായത് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഉത്തരം ലഭിക്കും. കർഷകരിൽ നിന്ന് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും. ചില കർഷകർ ഇവിടെ ഞങ്ങളോടൊപ്പമുണ്ട്. ബുലന്ദ് ഷഹറിൽ, പ്രത്യേകിച്ച് സിയാന ബ്ലോക്കിൽ 80% തോട്ടങ്ങളാണുള്ളത്. തോട്ടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ റഹ്മാൻ ഖേഡയിൽ നിന്നും അവിടെ നിന്നും ആളുകൾ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അവരോട് ശരിയായി സംസാരിക്കാൻ കഴിയുന്നില്ല. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ കണ്ടുമുട്ടാൻ കഴിയുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത്രയധികം ആളുകളുണ്ട്. തോട്ടങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും അവ എങ്ങനെ തടയാമെന്നും താങ്കൾ ഞങ്ങളോട് പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പഴയീച്ച എന്നറിയപ്പെടുന്ന പഴയീച്ചയുടെ പ്രശ്നം
ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. എല്ലാ വിദഗ്ധരും പറഞ്ഞതുപോലെ ഇതിനെ നിയന്ത്രിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ അളവ് ക്രമരഹിതമായി വർദ്ധിക്കുകയും അതിൻ്റെ പ്രതിരോധശേഷി വികസിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഇത് നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യുന്നു. ഇന്നത്തെ സമയം നോക്കിയാൽ നമ്മുടെ മാമ്പഴം പല രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ പഴ ഈച്ചയുടെയോ അതിൻ്റെ പുഴുക്കളുടെയോ ഭ്രൂണങ്ങൾ അതിനുള്ളിൽ കാണപ്പെടുന്നതായി കാണാം. അതുകൊണ്ടാണ് നമ്മുടെ മാമ്പഴം നിരസിക്കപ്പെടുന്നത്. അന്താരാഷ്ട്ര പ്രതിച്ഛായ, അന്താരാഷ്ട്ര വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയും നശിക്കുന്നു. അതെ അതെ, മാമ്പഴങ്ങളെ ആക്രമിക്കുന്ന പഴ ഈച്ചയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ അനുപാതമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈഥൈൽ ആൽക്കഹോൾ 60 മില്ലിയാണ്. പിന്നെ മിഥൈൽ യൂജനോൾ 40 മില്ലി, 20 മില്ലി മാലത്തിയോൺ എന്നിവയാണ്. അതായത് നിങ്ങൾ 6 മില്ലി, 4 മില്ലി, 2 മില്ലി എന്നിവയുടെ അനുപാതത്തിൽ ഉണ്ടാക്കണം. ഈ മരുന്നുകളും വിപണിയിൽ ലഭ്യമാണ്. രാസവസ്തുക്കൾ വിൽക്കുന്ന ഏതൊരു ശാസ്ത്രീയ മരുന്നും നിങ്ങൾക്ക് ഈ രാസവസ്തുക്കൾ നൽകും. നിങ്ങൾ 120 മില്ലി ലായനി തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ ഏകദേശം 30 പാളികൾ തയ്യാറാക്കാമെന്നും അത് തയ്യാറാക്കുന്നതിനുള്ള രീതികൾ ഏതെങ്കിലും മരഗട്ടർ അല്ലെങ്കിൽ കോട്ടൺ ബാൻഡ് ആണെന്നും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. രാത്രി മുഴുവൻ അല്ലെങ്കിൽ 24 മണിക്കൂർ അതിൽ മുക്കിവെക്കുക. കുതിർത്തതിന് ശേഷം നിങ്ങളത് വയലിൽ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് ഉടൻ തന്നെ സ്ഥാപിക്കാം. 24 മണിക്കൂറിന് ശേഷം ആ സമയത്ത് ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അലൂമിനിയം ഫോയിൽ കൊണ്ട് പൊതിയാം. അങ്ങനെ അതിലുള്ള ഗന്ധം പറന്നു പോകില്ല. നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ താൽപ്പര്യപ്പെടുമ്പോഴെല്ലാം ഞാൻ സൂചിപ്പിച്ച അനുപാതത്തിൽ തന്നെ മരുന്ന് ഉപയോഗിക്കുക. ഇത് പഴ ഈച്ചകളെ വലിയ അളവിൽ ഇല്ലാതാക്കും. തീർച്ചയായും. താങ്കൾ ഇവിടെ അനുപാതം ആവർത്തിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ ഞാൻ ഡോക്ടർ വന്ദന പാണ്ഡേജിയിലേക്ക് വരട്ടെ. വന്ദനാജി, നോക്കൂ, നമ്മൾ IPM-നെ കുറിച്ച് സംസാരിച്ചപ്പോൾ കീടനാശിനികൾ ഉപയോഗിക്കരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ അത് അവസാന ഓപ്ഷനാണ്. തീർച്ചയായും. ആ അവസാന ഓപ്ഷനിലും നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണ വിവേചനാധികാരം ഉപയോഗിക്കണം. അനുപാതം എന്തായിരിക്കണം, എപ്പോൾ, എത്ര കാത്തിരിപ്പ് കാലയളവ്, നിങ്ങൾ പഴങ്ങളിലും പച്ചക്കറികളിലും അത് ഉപയോഗിക്കുകയാണെങ്കിൽ. അതിനാൽ പ്രേക്ഷകരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, IPM എന്നാൽ നിങ്ങൾ പൂർണ്ണമായും ജൈവമാണെന്ന് അർത്ഥമാക്കുന്നു. പക്ഷേ പ്രശ്നം വർദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളത് രാസവസ്തുക്കൾ ഉപയോഗിച്ച് പരിഹരിച്ചാൽ എങ്ങനെ? നിങ്ങൾ പറഞ്ഞത് തികച്ചും ശരിയാണ്. IPM-ൽ ഇതുവരെ എല്ലാ ശാസ്ത്രജ്ഞരും നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ കീടനാശിനികൾ ഉപയോഗിക്കരുതെന്ന് IPM-ൽ എവിടെയും പറയുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ച ന്യായയുക്തമായ വാക്ക് ഇക്കാലത്ത് ഭക്ഷ്യശൃംഖലയിലെ എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും പഴങ്ങളിലും പച്ചക്കറികളിലും കീടനാശിനി അവശിഷ്ടങ്ങളുടെ പ്രശ്നം നാം നേരിടുന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? IPM-ന്റെ ഒരു ഘടകമായി നമ്മൾ ഇത് വിവേകപൂർവ്വം ഉപയോഗിക്കുകയാണെങ്കിൽ ലേബൽ ലഘുലേഖയിൽ നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കർഷകർക്ക് ഇതുവരെ പരിശീലിക്കാൻ കഴിയാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അതിൽ നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ലേബലും ലഘുലേഖയും വിശദമായി വായിക്കണം. നമ്മൾ ഇത് ഉപയോഗിക്കുന്ന കീടങ്ങളും രോഗങ്ങളും ലേബൽ ലഘുലേഖയിൽ പരാമർശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാങ്ങയിൽ വരുന്നതായി കാണുന്ന ഈ ദിവസങ്ങളിൽ അവശിഷ്ടങ്ങളുടെ പ്രശ്നം കൂടുതലായി ഉയർന്നു വരുന്നു. അതായത് മാമ്പഴത്തിന് ശുപാർശ ചെയ്യാത്ത ചില കീടനാശിനികളുടെ അവശിഷ്ടങ്ങൾ. ഇന്ത്യ ഗവൺമെൻറ് അതിന് അംഗീകാരം നൽകിയിട്ടില്ല. ഇന്ന് നിങ്ങൾ കർഷകരോട് ഈ ആപ്പിനെക്കുറിച്ച് പറഞ്ഞതുപോലെ ഈ ആപ്പ് എല്ലാത്തിനുമുള്ള പരിഹാരമാണ്. കാരണം ഈ ആപ്പിൽ നിങ്ങൾ കാണുമ്പോഴെല്ലാം നിങ്ങൾ ആ ആപ്പ് ഉപയോഗിക്കുന്ന വിളയ്ക്ക് കേന്ദ്ര കീടനാശിനി ബോർഡും രജിസ്ട്രേഷൻ കമ്മിറ്റിയും അംഗീകരിച്ച കീടനാശിനി, ആ കീടനാശിനിയുടെ അംഗീകൃത അളവ്, അത് എത്ര സമയത്തിനുള്ളിൽ ഉപയോഗിക്കണം എന്നീ വിശദാംശങ്ങളെല്ലാം ആ ആപ്പിലൂടെ കർഷകർക്ക് ലഭ്യമാകും. അതുവഴി അത് വിവേകപൂർവ്വം ഉപയോഗിക്കാൻ കഴിയും. അതിനാൽ കർഷകർ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പ്രായോഗികമാക്കുന്നത് ഒരു ശീലമാക്കുക എന്നതാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വിളയ്ക്ക് അത് അംഗീകരിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ ലേബലും ലഘുലേഖയും വിശദമായി വായിക്കുക. നമ്മൾ അത് ചെയ്യുന്ന അളവ് അംഗീകരിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഇതിൽ കൂടുതൽ ചെയ്യുന്നില്ല, കാരണം നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അവശിഷ്ടത്തിന്റെ പ്രശ്നം നേരിടേണ്ടി വരില്ല. അതെ കർഷകരെ, നമുക്ക് അത്തരം ചോദ്യങ്ങൾ ചോദിക്കാം. ഞങ്ങളുടെ കൂടെ വളരെ പരിചയസമ്പന്നനായ ഒരു കർഷകനുണ്ട്. ഞങ്ങളുടെ പ്രദേശത്ത് 90% പ്രദേശവും പഴവർഗ്ഗങ്ങളുള്ള ഒരു തോട്ടമാണ്.
പക്ഷേ ഇതുവരെ ഒരു ഡോക്ടറോ ശാസ്ത്രജ്ഞനോ ഞങ്ങൾ കണ്ടെത്തിയ വേരുകളെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. വേരുകൾ ചീയുന്നതിനെക്കുറിച്ചും സസ്യങ്ങൾ ഉണങ്ങിപ്പോകുന്നതിനെക്കുറിച്ചും ശാഖകൾ ഉണങ്ങിപ്പോകുന്നതിനെക്കുറിച്ചും അവ നശിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ചും അവയെ എങ്ങനെ സംരക്ഷിക്കാമെന്നതിനെക്കുറിച്ചും അവർ പറഞ്ഞിട്ടില്ല. ഈ ചോദ്യം വന്നതോടെ ഇദ്ദേഹം 2 പ്രശ്നങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വേര് ചീയലിന്റെ പ്രശ്നമാണ്. രണ്ടാമതായി പല പ്രദേശങ്ങളിലും നമ്മുടെ തോട്ടത്തിൽ മരങ്ങൾ ഉണങ്ങിപ്പോകുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട്. അതിനാൽ ഇതിൽ ഞാൻ 2 തരം വിവരങ്ങൾ നൽകും. ഒന്നാമതായി ലക്നൌവിലെ CIH-ൽ നിന്ന് ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചും കർഷകർക്കോ തോട്ടക്കാർക്കോ വിവിധ ശാസ്ത്രീയ സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ ശുപാർശകൾ നൽകുന്നതും വിവിധ ജൈവ രാസമാർഗങ്ങൾ ഉപയോഗിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതുമായ ഒരു പദ്ധതിയാണിത്. അതിനാൽ ഞങ്ങൾ നന്നായി പരിശീലിച്ച ആദ്യത്തെ കാരണം നമ്മുടെ വയലുകളിൽ ഉഴുതുമറിക്കുന്ന രീതിക്ക് വളരെയധികം ശ്രദ്ധ നൽകേണ്ടതുണ്ട് എന്നതാണ്. കാരണം നമ്മുടെ വേരുകൾക്ക് എന്ത് കേടുപാടുകൾ സംഭവിച്ചാലും, പ്രത്യേകിച്ച് നമ്മുടെ ഉഴുതുമറിക്കുന്ന രീതികൾ അതിൽ ആഴത്തിൽ ഉഴുതുമറിക്കുന്നത് ഒഴിവാക്കുക. നമ്മുടെ വേരുകൾ നമ്മുടെ തണ്ട് വരെ ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. നമ്മുടെ അതിലോലമായ വേരുകളായ നമ്മുടെ ഫീഡർ വേരുകൾ, ചെടിയുടെ തണൽ, നിങ്ങൾ അതിൻ്റെ നിഴൽ വൃത്തം പരിഗണിക്കുന്നിടത്തോളം ഫീഡർ വേരുകൾ അവിടെ കാണപ്പെടുന്നു. അതിനാൽ ആ ഫീഡർ വേരുകൾക്ക് കേടുപാടുകൾ വരുത്തരുത്. കാരണം അവിടെ ഉഴുതുമറിക്കുന്ന വ്യക്തി വേരുകൾ അവിടെ ഉണ്ടാകില്ലെന്ന് അനുമാനിക്കുന്നു. നാം വേരുകൾക്ക് കൂടുതൽ കേടുപാടുകൾ വരുത്തുന്തോറും കൂടുതൽ ദോഷകരമായ ഫംഗസുകൾ അല്ലെങ്കിൽ അവയുടെ ഏജന്റുകൾ പ്രവേശിക്കാൻ ഒരു സ്ഥലം ലഭിക്കും. അവ സസ്യങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് അവയെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. വേരുകൾ ഉണങ്ങുന്നതിൻ്റെ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രദേശത്ത് ഇതുവരെ ലഭിച്ച ഫലങ്ങൾ കാണിക്കുന്നത് കൾട്ടർ കെമിക്കലിൻ്റെ ഉപയോഗം ധാരാളം കാണപ്പെടുന്നുണ്ടെന്നാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങളെല്ലാവരും ഈ ഉപയോഗം കുറയ്ക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. മണ്ണിൽ നിന്നുള്ള പോഷകങ്ങളുടെ ചൂഷണം കുറയ്ക്കണം. കൂടാതെ INM എന്ന സംയോജിത പോഷകാഹാര മാനേജ്മെന്റിൽ ശ്രദ്ധ ചെലുത്തേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്. IPM-നെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എല്ലാ പ്ലാറ്റ്ഫോമിലും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെ, നിങ്ങളത് ശരിയായ അനുപാതത്തിലും നിയന്ത്രണത്തിലും ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പറയുന്നു. ഡോക്ടർ വന്ദന, ഞാൻ താങ്കളെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, നിങ്ങൾ ശരിയായ അനുപാതത്തിലും ശരിയായ അളവിലും തളിക്കണമെന്ന് ഞങ്ങൾ നിരന്തരം പറയുന്നുണ്ട്. പക്ഷേ ഇതിനും പരിശീലനം ആവശ്യമാണെന്ന് ഞങ്ങൾക്കറിയാം. ഇക്കാലത്ത് അത്തരം സ്പെയറുകൾ വരുന്നുണ്ട്, അത്തരം യന്ത്രങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ അവ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയായ അനുപാതത്തിൽ തളിക്കാൻ കഴിയില്ല. പക്ഷേ അത് തളിക്കുന്ന വ്യക്തിക്ക് അപകടകരമാണെന്ന് തെളിയിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? സുരക്ഷിതമായ ഉപയോഗം എന്നാൽ കീടനാശിനികൾ കൈകാര്യം ചെയ്യുന്നവർ കടയിൽ നിന്ന് കൊണ്ടുവരിക, സൂക്ഷിക്കുക, ലായനി ഉണ്ടാക്കി വയലിൽ തളിക്കുക. പിന്നെ ഈ ആളുകൾ ആരായാലും, കർഷകർ, നിങ്ങളോടൊപ്പമുള്ള തൊഴിലാളികൾ, അവരുടെ സുരക്ഷയിൽ നാം എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കീടനാശിനികൾ ആത്യന്തികമായി വിഷമാണ്. അവ ആരെയെങ്കിലും കൊല്ലുകയാണ്. അവ വിഷമാണെങ്കിൽ കീടനാശിനികൾ നമുക്ക് ദോഷം വരുത്തില്ലെന്ന് നമ്മൾ കരുതുന്നു. അവ പ്രാണികൾക്കും രോഗങ്ങൾക്കും വേണ്ടി നിർമ്മിച്ചതാണ്. അതേസമയം കീടനാശിനികൾ നമ്മുടെ ചർമ്മത്തിലൂടെയും കണ്ണുകളിലൂടെയും ശ്വാസത്തിലൂടെയും നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. PPE എന്ന വസ്തു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് ആണ്. അതായത് ഒരാൾ ആദ്യം സ്വയം പൂർണ്ണമായും മൂടണം. മാർക്കറ്റിൽ നിന്ന് ഒരു കിറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. കർഷകരുടെ കൈവശം അത് ഇല്ലെങ്കിൽ അവർ കൈകളിൽ ഫുൾ സ്ലീവ് വസ്ത്രങ്ങൾ ധരിക്കണം. നിങ്ങളുടെ ഫാർമസിസ്റ്റിൻ്റെ കടയിൽ ലഭ്യമായ കെമിക്കൽ ഗ്ലൗസുകൾ നിങ്ങളുടെ ഗ്ലൗസുകൾ ധരിക്കണം. റബ്ബർ ബഡ്സ് വളരെ കുറഞ്ഞ അളവിൽ വിപണിയിൽ ലഭ്യമാണ്. കാലിൽ റബ്ബർ ബൂട്ടുകൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ഭാഗത്ത് സ്പ്രേ ചെയ്യുന്നവർ കണ്ണടയും തൊപ്പിയും ധരിക്കുക. അതായത് നിങ്ങളുടെ ഭാഗത്ത് സ്പ്രേ ചെയ്യുന്നവർ സ്വയം പൂർണ്ണമായും സുരക്ഷിതരായിരിക്കണം. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശക്തമായ സൂര്യപ്രകാശം, മഴ വരാൻ പോകുന്നത് പോലുള്ള ശക്തമായ കൊടുങ്കാറ്റ് തുടങ്ങിയ പ്രതികൂല കാലാവസ്ഥകളെ ഒരിക്കലും നേരിടരുത് എന്നതാണ്. മഴ വരാൻ പോകുന്നുവെന്ന് പ്രവചനമുണ്ടെന്നും നിങ്ങൾക്കറിയാം. ഇതെല്ലാം ഉപയോഗശൂന്യമാണ്. അതിനാൽ നിങ്ങളുടെ ഉപകരണങ്ങൾ നല്ല നിലയിലായിരിക്കണമെന്നും നിങ്ങൾ സ്വയം പൂർണ്ണമായി ശ്രദ്ധിക്കണമെന്നും അതിനുശേഷം മാത്രമേ നിങ്ങൾ സ്പ്രേ ചെയ്യാവൂ എന്നും എപ്പോഴും ഓർമ്മിക്കുക. തീർച്ചയായും. നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആദ്യം നിങ്ങൾ സ്വയം സംരക്ഷിക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാവൂ. കാരണം നിങ്ങൾ ആരോഗ്യവാനല്ലെങ്കിൽ ഭക്ഷണം എങ്ങനെ നമ്മിലേക്കെത്തും? സഹോദര, നിങ്ങൾ ഭക്ഷണദാതാവാണ്. അതിനാൽ ഭക്ഷണം മുഴുവൻ ലോകത്തിലേക്കും എത്തുന്നതിന് നിങ്ങൾ സ്വയം ശ്രദ്ധിക്കണം. ഒരാൾ കൂടി ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശരി, ചോദിച്ചോളൂ. ഞാൻ 12 വർഷമായി IPM സാങ്കേതിക ഉപയോഗിച്ച് നെല്ല് കൃഷി ചെയ്യുന്നു. അതിൽ അത്ഭുതകരമായ കാര്യങ്ങൾ ഞാൻ കണ്ടെത്തി. അത് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നു. ഒന്നാമതായി, ചികിത്സയേക്കാൾ പ്രതിരോധമാണ് നല്ലതെന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഈ IPM സാങ്കേതികത എന്ന് ഞാൻ കണ്ടു. രണ്ടാമത്തെ,
സാങ്കേതികവിദ്യ ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മിത്രപ്രാണികൾക്കും ശത്രുപ്രാണികൾക്കും ഇടയിൽ പ്രകൃതി സൃഷ്ടിച്ച ശൃംഖല ഈ രാസവസ്തുക്കൾ നശിപ്പിച്ചു. ഇത് വിവേചനരഹിതമായ രാസവസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു. എന്നാൽ IPM സാങ്കേതികതയിലൂടെയാണ് ഇത് നിലനിർത്തിയത്. ഈ സാങ്കേതികവിദ്യ രാജ്യമെമ്പാടും വ്യാപിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് വളരെ ഫലപ്രദമാണ്. 12 വർഷമായി ഞാൻ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് നെല്ല് വളർത്തിയത്. 12 വർഷത്തിൽ 5 വർഷവും ഒരു രൂപയുടെ മരുന്ന് പോലും ഉപയോഗിച്ചിരുന്നില്ല. ഇതിനുശേഷം കീടനാശിനികളും അണുനാശിനികളിലും ഞാൻ 35 മുതൽ 40% വരെ വളങ്ങൾ ലാഭിച്ചു. ഈ സാങ്കേതിക വിദ്യയിലൂടെ ഞാൻ 70 മുതൽ 80% കീടനാശിനികൾ ലാഭിച്ചു. മൊത്തം ഇൻപുട്ട് ചെലവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഏകദേശം 15% ലാഭമുണ്ട്. അതെ, തീർച്ചയായും വളരെ നല്ല കാര്യമാണ്. നോക്കൂ, IPM ഉപയോഗിച്ച കർഷകർക്ക് അവരുടെ അനുഭവങ്ങൾ എങ്ങനെ പങ്കിടാമെന്ന്, അവർക്ക് അവരുടെ സ്ഥലങ്ങളിൽ ഇരിക്കാമെന്ന്. ഇപ്പോൾ പരിപാടി അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. എന്നാൽ ഈ വിഷയം ഇവിടെ മാത്രം ഒതുങ്ങാതിരിക്കാൻ ഞങ്ങൾ ഈ പരിപാടി വളരെ പോസിറ്റീവായി അവസാനിപ്പിക്കും. ഈ പരിപാടിയുടെ ശബ്ദങ്ങൾ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തണം. നമ്മുടെ കർഷകർ എവിടെ പോയാലും അവർ എന്താണ് പഠിച്ചതെന്നും അത് അവരുടെ ജീവിതത്തിൽ എങ്ങനെ സ്വീകരിക്കാമെന്നും അവരോട് പറയണം. ഇത് വയലുകളിൽ സ്വീകരിക്കേണ്ടതുണ്ട്. ഇതിനായി നമ്മളൊരു പ്രതിജ്ഞ എടുക്കും. അതിനാൽ ഡോക്ടർ അജന്താജി നമ്മുടെ ഇടയിൽ വേദിയിലെത്തി പ്രകൃതിയോടൊപ്പം നടക്കുമെന്നും IPM ഉപയോഗിക്കുമെന്നും നമ്മുടെ കർഷകരെ പ്രതിജ്ഞയെടുക്കാൻ പ്രേരിപ്പിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ കർഷക സഹോദരന്മാരും സംസാരിക്കണം. ഞങ്ങൾക്കറിയാം സാങ്കേതിക വിദ്യയാണ് സമയ മാനേജ്മെന്റ്. സസ്യ സംരക്ഷണത്തിനുള്ള സുസ്ഥിരവും ലാഭകരവുമായ ടെക്നിക്കാണ് സാങ്കേതിക വിദ്യ കൃഷി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക മാത്രമല്ല പ്രകൃതിയുടെ ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു. ഇത് സുരക്ഷിതമാണ്. ഇത് ഒരു ഭൂമി ഒരു ആരോഗ്യം എന്ന പ്രത്യയശാസ്ത്രത്തിന് അനുസൃതമാണ്. അതിനാൽ ഞാൻ സ്വയം IPM സ്വീകരിക്കാനും മറ്റുള്ളവരെ അത് സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കാനും ഇത് സ്വീകരിക്കാനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും പ്രതിജ്ഞയെടുക്കുന്നു. നന്ദി. അപ്പോൾ നമ്മുടെ എല്ലാ കർഷകരും അവരുടെ ഹൃദയങ്ങളിൽ അത്തരമൊരു പ്രതിജ്ഞ എടുത്തു. ഇവിടെ നിന്ന് പോയതിനു ശേഷം അവർ അത് മറക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവർ അത് ഓർമ്മിക്കുകയും ജനങ്ങളിലേക്ക് അത് പ്രചരിപ്പിക്കുകയും ചെയ്യും. ഈ സന്ദേശത്തോടെ കൃഷി ചൗപ്പാലിന്റെ ഇന്നത്തെ ചർച്ചയിൽ നിന്ന് ഞാൻ നിങ്ങളുടെ അനുമതിയോടെ വിടവാങ്ങുന്നു. പക്ഷേ നിങ്ങൾ ദൂരദർശൻ കിസാനിൽ തുടരുക. നമസ്കാരം.